ഗംഗാനദിയിൽ ഇറങ്ങി ആ കുളിർ വെള്ളത്തിൽ കുളിർമയോടുകൂടി നിൽക്കുക. ബാക്കിയുള്ളവരൊക്കെ ചുട്ടു പഴുത്ത് ഉഷ്ണിച്ചു കഴിയുക. ആ ആളുടെ ഈ പറയുന്നത്, ആ പറയുന്നതിൻ്റെ മഹത്വം, അതിൻ്റെ വിലയാണ്. കാലം ഇതിനെ അതിജീവിക്കാൻ പറ്റില്ല. ഇത് കാലത്തെയാണ് അതിജീവിക്കുക. ഈ പറയുന്ന മൂല്യങ്ങൾക്ക് ഒരു തരത്തിലും ഒരു കോട്ടവും വരില്ല. ഭാരതത്തിലോ വിദേശങ്ങളിലോ ചന്ദ്രനിലോ സൂര്യനിലോ ശനിയിലോ രാഹുവിലോ കേതുവിലോ എവിടെ ചെന്നാലും ഈ മൂല്യം തന്നെ. പരിഗ്രഹോ ഹി ദുഃഖായ, എഴുതി വയ്ക്കിൻ. പരിഗ്രഹോ ഹി ദുഃഖായ, ടു പൊസസ് മീൻസ് ടു കോർട്ട് മിസറി ആൻഡ് അഫ്ലിക്ഷൻ. യദ്യത് പ്രിയതമം നൃണാം, അത് പ്രത്യേകിച്ചും ഇതെനിക്ക് ഏറ്റവും ഇഷ്ടം കൂടിയതാണ്. ഞാൻ ചെന്നൈയിൽ, അന്ന് മദ്രാസ് എന്നാണല്ലോ പറയുക, അവിടെ നമ്മുടെ ഒരു ശിഷ്യൻ കുടുംബത്തിലിരിക്കുക. അപ്പം മിടുക്കത്തിയാണ് അവിടുത്തെ ആ ഗൃഹിണി, മിടുക്കത്തിയാണ്. ഉഷ എന്നാണ് പേര്, രാജപ്പൻ എന്നാണ് ഹസ്ബൻഡിന് പേര്. അവരുടെ വീട്ടിൽ ഞാൻ പലപ്പോഴും താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാം കൂടി അന്ന് 2 കുട്ടികളോ 3 കുട്ടികളോ ആണ്. അതിൽ ആ രണ്ടാമത്തെ കുട്ടി പഠിക്കുക. അവർ നന്നായിട്ട് ഈ ശംഖ് കൊണ്ട് സമുദ്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാതെ നല്ലൊരു സാധനം, ഇങ്ങനെ മുള്ളും മുഷ്കൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു സാധനം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി കളിച്ച് അതിൽ തട്ടിയിട്ട് ഠാപ്പ് എന്നതിനകത്ത് മണ്ണ് തകർന്നു. ഈ ഉഷ അവിടെ ഇങ്ങനെ. അവരെത്ര വിലപ്പിടിച്ചൊരു സാധനം ധാരാളം കാശ് കൊടുത്ത് മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് മേശയുടെ മുകളിൽ. ആരാ അത് തകർത്തത്? മകള ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ മകളെ എന്തു ചെയ്യും? തനിക്കുണ്ടായ കുട്ടിയാണ്. തകർത്തതോ തനിക്ക് ഇഷ്ടപ്പെട്ട വസ്തുയാണ്. അപ്പം തനിക്ക് ഇഷ്ടപ്പെട്ട വസ്തുവിനെ, തനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ കുട്ടിയാണ് തകർത്തുടച്ചത്. ഉടച്ചതിന് ശേഷം അവൾക്കൊരു ഇത്തിരി വിഷമമുണ്ടായി. നല്ല വിഷമമുണ്ടായി എന്ന് പറയരുത് കുട്ടിക്ക്. അങ്ങനെ മിണ്ടാതെ ഇരുന്നു. എന്താ ആലോചിച്ച് നോക്കൂ. വിലപ്പിടിച്ച സാധനം കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അത് നമ്മുടെ കുട്ടി തന്നെയാണ് നശിപ്പിക്കുന്നത്. ഇനി ഒന്നിലോ അത് വേണ്ടാന്ന് വെക്കണം, അല്ലെങ്കിൽ രണ്ടാമതൊരെണ്ണം മേടിച്ചുകൊണ്ട് വരണമല്ലോ. അപ്പം ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് സാധനം മേടിച്ചാലും സ്വന്തം കുട്ടി പോലും അതിനെ നശിപ്പിക്കാൻ വിരോധമില്ല. ഇതാണ് മനസ്സിലാക്കുന്നത്. പരിഗ്രഹോ ഹി ദുഃഖായ യദ്യത് പ്രിയതമം നൃണാം. അങ്ങനെ കണ്ട് ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും കണ്ണിൽ നിന്ന് മനസ്സിലാക്കാം മുഖത്തിൽ നിന്ന് എത്ര അധികം ദുഃഖം വന്നു എന്ന്. അനന്തം സുഖമാപ്നോതി. നേരെ മറിച്ചോ തദ്വിദ്വാന്യസ്ത്വകിഞ്ചന. അകിഞ്ചനായാലോ ഇങ്ങനെ എല്ലാം ദുഃഖകരമാണെന്ന് മനസ്സിലാക്കി അറിവുണ്ടായി, അറിവാളിയായി, ആ അറിവിൻ്റെ വെളിച്ചത്തിൽ ഒന്നും വേണ്ട, ഒന്നും എൻ്റെ അല്ല എന്ന് പറഞ്ഞ് എല്ലാം വേണ്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചിരിക്കുന്നവനോ അനന്തം സുഖമാപ്നോതി. ഇതാണ് കൃഷ്ണൻ പറയുന്നത്. അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസഃ മയാ സന്തുഷ്ടമനസഃ സർവാഃ സുഖമയാദിശഃ. അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസഃ. അകിഞ്ചനസ്യ, ആദ്യത്തെ വാക്ക് കൃഷ്ണൻ പറയുന്നതാ ഉദ്ധവനോട്. അകിഞ്ചനായിട്ടുള്ളവൻ, ഒന്നിനോടും തൻ്റെ എന്നുള്ള തോന്നലില്ലാത്തവൻ, ഒന്നുമില്ലാത്തവൻ. അപ്പം മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഉടമസ്ഥാവകാശം തീരെ മാഞ്ഞുപോയിട്ടുള്ള മനസ്സ്, നിരുടമസ്ഥവനായിട്ടുള്ളവൻ. ദാന്തസ്യ, ഇന്ദ്രിയങ്ങൾക്ക് നല്ല നിയന്ത്രണമുള്ളവൻ. ശാന്തസ്യ, മനസ്സ് ധാരാളം ശമഗുണം ശീലിച്ചിട്ടുണ്ട്. സമചേതസഃ, എല്ലായിടത്തും ഒരുപോലെ ഈശ്വര സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിനെ കൂടുതൽ ആദരവോടുകൂടി നോക്കാതെ, അല്ലെങ്കിൽ ഭക്തിയോടുകൂടി നോക്കാതെ, ആ ക്ഷേത്രങ്ങളോട് അതിന് വിപരീതമായ ഒരു ഭാവവുമില്ലാതെ എല്ലായിടത്തും ഒരുപോലെ ഈശ്വര സാന്നിധ്യമുണ്ട് എന്ന് വിചാരിക്കുന്നവൻ. മയാ സന്തുഷ്ട മനസഃ, എന്നാൽ മനസ്സ് സന്തുഷ്ടമായവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വര വിചാരം കൊണ്ട്, ഈശ്വര സ്മരണ കൊണ്ട്, പരമാത്മ ചിന്തനം കൊണ്ട്, പരബ്രഹ്മ ധ്യാനം കൊണ്ട് മനസ്സ് സന്തുഷ്ടമായിരിക്കുന്നവനുണ്ടല്ലോ, ആ ആൾക്ക് സർവാഹ സുഖമയാ ദിശഃ, എല്ലാ ദിക്കുകളും ഒരുപോലെ സുഖമയമായിരിക്കുന്ന, സുഖത്തിനു വേണ്ടി ഇങ്ങനെയൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് നാമം ജപിക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സർവ്വദിക്കുകളും സുഖമയമായിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ആര്? നമ്മുടെ അവധൂതൻ. പരിഗ്രഹോ ഹി ദുഃഖായ യദ്യത് പ്രിയതമം നൃണാം അനന്തം സുഖമാപ്നോതി തദ്വിദ്വാന്യസ്ത്വകിഞ്ചനഃ. ഈ പാഠം ഞാൻ ആദ്യമായി പഠിച്ചത് നല്ല പോലെ എനിക്ക് പ്രയോജനപ്പെടുന്നത് എപ്പോഴാ? ഒരു ദൃശ്യം കണ്ടപ്പോഴാ. എന്താ ദൃശ്യം? സാമിഷം കുരരം ജഘ്നു ബലിനോ യേ നിരാമിഷാഃ തദാമിഷം പരിത്യജ്യ സസുഖം സമവിന്ദത. എന്താ കണ്ടത്? ഒരു കുരരപ്പക്ഷി. അത് സാധാരണ ധാരാളം കരയുന്ന ഒരു പക്ഷിയാണ്. ആ കുരരപ്പക്ഷിയുടെ കൊക്കില് ഒരു മാംസം എവിടുന്നോ കിട്ടി.
ആ കൊക്കിൽ മാംസം പിടിച്ചത് ഇങ്ങനെ പറന്നു പോവുക. കൊക്ക് ഇങ്ങനെ മുമ്പിലാണല്ലോ, 2 ചിറക് ഇങ്ങനെ പരത്താം, അങ്ങനെ പരന്നടിച്ചടിച്ച് പോവുക. അപ്പോൾ ഒരു ചുവന്ന മാംസം ഈ പക്ഷിയുടെ കൊക്കിലുള്ളപ്പോൾ എല്ലാവർക്കും നോക്കി കാണാം. ബാക്കിയുള്ള പക്ഷികളൊക്കെ പാടെ കൂടി നോക്കിയപ്പോൾ ഈ പക്ഷിയുടെ കൊക്കിലുണ്ട് ഇത്ര പോലെ, ഒരു നെല്ലിക്കയേക്കാൾ വലിപ്പം, ഒരു ഓറഞ്ചോളം ഉണ്ടെന്ന് പറഞ്ഞുകൂടാ, ചെറുനാരങ്ങയോളുള്ള മാംസക്കഷ്ണം. അതങ്ങോട്ട് കണ്ടപ്പോൾ അവർക്കും വേണം. എല്ലാവരും കൂടി ഓടി അങ്ങോട്ട് വന്ന് ആ മാംസത്തിന് വേണ്ടി ഒരു ആക്രമണം തന്നെ നടത്തി. സാമിഷം കുരരം ജഗ്നു, പല വിധത്തിലുള്ള ഉപദ്രവം. അത് തിരിഞ്ഞും വളഞ്ഞും ഒക്കെ പറന്നൊക്കെ നോക്കി. ഇവരെ വിടേണ്ട കാര്യമില്ല, ഒരു കാര്യം ചെയ്തു. ബലിനോയേ നിരാമിഷാഹ, മാംസമൊന്നും കിട്ടാതെ പട്ടിണി കിടക്കുന്നവരാണ് ബാക്കിയുള്ളവരെ. അവരെല്ലാവരും കൂടി വന്നു. അവർക്ക് നല്ല ബലവുമുണ്ട് കയ്യിൽ. തഥാ ആമിഷം പരിത്യജ്യ, ഈ പക്ഷി എന്ത് തീരുമാനിച്ചു? ഇത് എൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഇവരെനിക്ക് സ്വൈരം തരില്ല. അതുകൊണ്ട് ഠപ്പ് ആ ആമിഷത്തിനെ അങ്ങോട്ട് വിട്ടപ്പോഴോ സസുഖം സമവിന്ദത, പരമസുഖമായി. അവരെല്ലാവരും കൂടി ഇനിയിപ്പോൾ അവിടെ പോവാ. എവിടെ വീണോ അവിടേക്കായി ഈ പോക്ക്. താൻ ഫ്രീ ആയി. ഈ പക്ഷിയിൽ നിന്നാണ് ഞാനിത് പഠിച്ചതെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പിങ്കള വലിയ വാചാലതയോടുകൂടി പാടുക ചെയ്തത്. ഇവിടെ പക്ഷി പാടിയൊന്നുമില്ല. ആ മാംസം പിടിച്ച് കൊക്കൽ പിടിച്ച് പറന്നു. ബാക്കിയുള്ളവരെ ഓടി വന്നു. എല്ലാവരും കൂടി വട്ടം കൂടി തമ്മിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊരു മത്സരം വരെ അവിടെ അടങ്ങേറി. കുറച്ചു നേരം വളഞ്ഞും തിരിഞ്ഞും പറന്നു. രക്ഷയില്ല എന്ന് കണ്ടു. ഏറ്റവും നല്ലത് പിടിച്ചത് വിടുക നല്ലത് എന്ന് പറഞ്ഞ്, ഈ മാംസമാണല്ലോ ഈ കുഴപ്പം, ടപ്പെന്ന് വിട്ടപ്പോൾ അവർ പിന്നെ ഈ പക്ഷിയുടെ പിന്നാലെ ഇല്ല, ഒക്കെ മാംസത്തിൻ്റെ പിന്നാലെ പോയി. ഇതാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ടോ ഞാൻ എന്ത് ചെയ്യണു? സാമിഷം കുരരം ജഘ്നു ബലിനോയേ നിരാമിഷാഹ തദാമിഷം പരിത്യജ്യ, ഒരു വലിയ ത്യാഗമാണ് അവിടെ നടത്തിയത്. സസുഖം സമവിന്ദത, സെക്കൻഡ് കൊണ്ട്, അതിനേക്കാൾ കുറവ് സമയം കൊണ്ട് പരമസുഖമായി. ഇതിവിടെ ആ പക്ഷി നമ്മളെ പഠിപ്പിച്ചതാ, അത് കണ്ടിട്ടാണ്. അതാണ് ഞാൻ ഒരു സാധനവും എൻ്റെ കയ്യിൽ വയ്ക്കാതെ, ഒരു കൗപീനമുണ്ടെങ്കിൽ ആ കൗപീനം നോക്കേണ്ടി വരും. ഒരു സന്യാസി, ഞാൻ നിങ്ങളോട് പറഞ്ഞു കാണുമെന്ന് തോന്നുന്നു, അദ്ദേഹത്തിനൊരു കൗപീനം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? പുഴയിൽ പോയി കുളിക്കുകയാണ്. അവിടെ ആരുമില്ല. അപ്പോൾ ആദ്യമായിട്ട് ആ കൗപീനം കെട്ടിയതെല്ലാം കൂടി കഴുകി വെടുപ്പാക്കി, അത് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഉണങ്ങിയിട്ട് വേണം ഉടുക്കാൻ. അപ്പോൾ ദേഹമൊക്കെ വെടുപ്പാക്കി കുളിക്കുന്നത് വരെ ഈ കൗപീനം അവിടെ പുറത്ത് കൊണ്ടുപോയി ഒന്ന് വിരിച്ചങ്ങോട്ട് ഇട്ട് കുളിക്കാൻ വന്നു. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുരങ്ങൻ വന്ന് അത് വലിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരു കൗപീനം പോലും സൂക്ഷിക്കാൻ പുറപ്പെട്ട പൊല്ലാപ്പാണ്. ഇതാണ് ജീവിത പാഠം. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ഈ മൂല്യത്തിന് ചോദ്യം ചെയ്യാൻ ആരുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര വലിയ മൂല്യം വേണ്ടാന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ, ആ കാര്യം വേറെ. മനസ്സിന് എപ്പൊരിക്കെ മമതയും അപേക്ഷയും ഉണ്ടോ, കഴിഞ്ഞു, സുഖം പോയി. മധുഹാഹരിനോ മീനഃ പിംഗലാ കുരരോർഭക. ഇപ്പൊ കുരരപക്ഷിയുടെ കഥ പറഞ്ഞു. ഇനി അർഭകൻ, ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ചു എന്നാ പറയണത്. 19ാമത്തതായി കേട്ടോ. കുരരോർഭക, എന്താ കുട്ടിയുടെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ചത്? നമേ മാനാപമാനൗസ്തോ ന ചിന്താ ഗേഹപുത്രിണാം ആത്മക്രീഡ ആത്മരതി വിചരാമീഹ ബാലവത് ജഡോന്മത്ത പിശാചവത് എന്ന ആദ്യം ഇവിടെ പറയുണ്ടായി. അതിൻ്റെ വിവരണം നൽകുന്ന സമയത്ത് ഞാൻ സ്വാമിജി നിങ്ങളോട് പറഞ്ഞു, എന്ത്? ഉന്മത്തവദ്വാപി ച ബാലവദ്വാ പിശാചവദ്വാപി ചരത്യവന്യാം. ഈ തത്വജ്ഞാനം കിട്ടിയിട്ട് ആത്മതൃപ്തനായിട്ടുള്ളവൻ പലതരത്തിലും ഈ ലോകത്തിൽ ജീവിക്കാം. ഉന്മത്തനായി, ബാലവത് കുട്ടിയെപ്പോലെ, പിശാചവത് പിശാചിനെ പോലെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിന് ദൃഷ്ടാന്തവും വിവരണമൊക്കെ നിങ്ങൾക്ക് നൽകിയതാണ്. ഇപ്പൊ കേൾക്കുന്നവരൊക്കെ അപ്പം കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി നോക്കിക്കോളൂ. ഇനി നമേ മാനാപമാനൗസ്തോ ന ചിന്താ ഗേഹപുത്രിനാം. മഹാരാജാവേ, ഒരു കാര്യം അങ്ങയോട് എനിക്ക് പറയാനുണ്ട്. എനിക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് മാനാപമാനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ പ്രത്യേകമായിട്ട് ഒരാളെ മാനിക്കാൻ പോകുന്നില്ല, അപമാനിക്കാനും പോണില്ല. അതുപോലെ ആരുടെ അടുത്തുനിന്നും ബഹുമാനമോ സത്കാരമോ വേണം എന്നുള്ള വിചാരം എനിക്കില്ല. ഇനി ആരെങ്കിലും അപമാനിച്ചാൽ അപമാനിച്ചുല്ലോ എന്നുള്ള തോന്നലില്ല. എന്നെ ഒരാൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ പ്രവർത്തകൻ ഒരാൾ വേണം. കർത്താവാണ് മുൻപിൽ. കർത്താവാണ് ക്രിയ നടത്തുക. കർത്താവ്, ക്രിയ, കർമ്മം എന്നാണല്ലോ, സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഓബ്ജക്റ്റ്. അപ്പോൾ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നതാണ് ക്രിയാപദങ്ങൾ.
അപ്പം ക്രിയാപദങ്ങൾ അവിടെ ഉണ്ടാവണമെങ്കിൽ, ക്രിയ നടക്കണമെങ്കിൽ തത് കർത്താവ് അവിടെ വേണം. അപ്പം എന്നെ ഒരാൾ ബഹുമാനിച്ചു എന്നുണ്ടെങ്കിൽ ആ ബഹുമാനം ആരുടെയാ? ബഹുമാനിക്കുന്നവൻ്റെ. എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ബഹുമാനിക്കുന്നവനാണ്, അയാൾ ബഹുമാനിക്കണം തോന്നി, അതുകൊണ്ട് ബഹുമാനിച്ചു. അപ്പം ആ ബഹുമാനത്തിൻ്റെ ഉടമസ്ഥൻ ആരാ? ആര് ബഹുമാനിച്ചു? ആ ആള്. ഞാൻ അതിനൊരു പാത്രമായിരിക്കുക. ഇവിടെ ബഹുമാനിച്ചത് അദ്ദേഹം. അപ്പം ബഹുമാനിതനായത് ആരാ? ആര് ബഹുമാനിച്ചോ ആ ആൾ ബഹുമാനിതനായി. നമ്മൾ ബഹുമാനിതരാണെങ്കിൽ നമ്മൾ ബഹുമാനിക്കണം. അപ്പം ചിലർക്ക് ബഹുമാനിക്കണം തോന്നി, അവരത് ചെയ്തു. അതേപോലെ പിന്നെ ചിലർക്ക് അപമാനിക്കണം എന്ന് തോന്നി. അപ്പം ഈ ബഹുമാനത്തിൻ്റെ ഉടമസ്ഥൻ ബഹുമാനിക്കുന്നവൻ, അപമാനത്തിൻ്റെ ഉടമസ്ഥനോ അപമാനിക്കുന്നവൻ. അതിൽ എനിക്കെന്ത് പങ്കുണ്ട്? ഒന്നുമില്ല. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുക അതോ മനസ്സിലാക്കുക? മനസ്സിലാക്കുന്നുണ്ടോ? ചിരിക്കുന്നുണ്ടോ? ഇതാണ് ദാർശനികം എന്ന് പറയുന്നത്. ഒരു സംഭവത്തെ കൂലങ്കഷമായി പരിശോധിച്ച് അതെങ്ങനെ നടക്കണു, എവിടെ നടക്കണു, അതിനാരാണ് ഉത്തരവാദി എന്നൊക്കെ മനസ്സിലാക്കി അതിൽ നിന്നൊരു മൂല്യം കടഞ്ഞെടുത്ത് ആ മൂല്യത്തിൽ നിന്ന് നമ്മുടെ മനസ്സ് ധന്യമാകണം. അപ്പം നമ്മെ ബഹുമാനിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. ഐ ആം റെസ്പെക്റ്റഡ് ബൈ പീപ്പിൾ നോട്ട് ബിക്കോസ് ഐ ആം ദെയർ ആസ് റെസ്പെക്റ്റബിൾ. They want to show their respect and they are looking for whom can I respect, whom can I respect. So they find somebody and therefore in their eyes he is respectable. So they show their respect. അവർ കാണിച്ച ബഹുമാനത്തിന് അവരല്ലേ കാരണക്കാർ, അവരല്ലേ അതിൻ്റെ ഉടമസ്ഥന്മാർ. എനിക്ക് മനുഷ്യരെ ബഹുമാനിക്കണം. ബഹുമാനിക്കാനുള്ളവർ ആരാന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുന്നു. കണ്ടെത്തിയ ഒരാളെ, ആ ആള് ബഹുമാനിച്ചു. അത് തികച്ചും എൻ്റെയാണ്. ആ ബഹുമാനത്തിൽ മറ്റാൾക്ക് എന്താ കാര്യം? ഒന്നുമില്ല. ഇപ്പോൾ ഒരു വിഗ്രഹത്തിനെടുത്തു, നാം പൂജിക്കുന്നു. നമ്മുടെ പൂജയ്ക്ക് അർഹമാവുന്നു ആ വിഗ്രഹം. ആ പൂജയിൽ വിഗ്രഹത്തിന് എന്താ പങ്ക്? എല്ലാ കല്ലിനെയും നമ്മൾ പൂജിക്കണില്ലല്ലോ. സാളിഗ്രാമം, ശിവലിംഗം എന്ന് പറഞ്ഞ് ചിലതല്ലേ പെറുക്കിയെടുക്കുന്നുള്ളൂ. എന്നിട്ട് സാളിഗ്രാമത്തിനെ പൂജിക്കുമ്പോൾ ആ സാളിഗ്രാമത്തിന് അയ്യോ എന്നെ പൂജിക്കണു എന്ന് വിചാരിക്കാൻ എന്താ കാരണം? പെറുക്കിയെടുത്തത് ഒരാളാണ്, പൂജിക്കുന്നത് ഒരാളാണ്. അപ്പം പൂജ എന്ന് പറയുന്ന പ്രവൃത്തി പൂജിക്കുന്നവൻ്റെയാണ്. അപ്പം എന്നെ ബഹുമാനിക്കുന്നവരൊക്കെ ആ ബഹുമാനം അവരോട് ചേർന്നതാണ്. അപമാനിക്കുന്നതോ അതും അവരോട് ചേർന്നതാണ്. ഇങ്ങനെ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ബഹുമാനത്തിനും അപമാനത്തിനും അതീതമായി ആ ശരത്കാലത്തിലെ ആകാശം പോലെ ആയിത്തീരും. ഇല്ലേന്ന് എൻ്റെ അടുത്ത് പറയൂ. നിങ്ങൾ പറയൂ, ആവില്ലേന്ന് നല്ല പോലെ മനസ്സിലാക്കണം. അപ്പോൾ മാനാപമാനങ്ങൾ ഒരു മനുഷ്യനെ എല്ലാവരും ലോകത്തിൽ ഇഷ്ടപ്പെടില്ല. എന്നാൽ ചിലർ ഇഷ്ടപ്പെടാതെയിരിക്കില്ല. എല്ലാവരും ഇഷ്ടപ്പെടില്ല, ചിലർ ഇഷ്ടപ്പെടാതെയിരിക്കില്ല. നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൽ ഒരു തീരുമാനമെടുക്കാനായി സെക്യൂരിറ്റി കൗൺസിലുള്ള അംഗങ്ങളെല്ലാം കൂടി പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുത്ത് അങ്ങോട്ട് പുറപ്പെടുമ്പോൾ അതിൽ വീറ്റോ പവറുള്ളവർ ചിലരുണ്ട്. എത്ര തവണയാ അമേരിക്കയുടെ തീരുമാനം മറ്റുള്ളവർ വീറ്റോ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തീരുമാനം അമേരിക്ക വീറ്റോ ചെയ്യുന്നത്? ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ അനേകത്വത്താലും ബഹുത്വത്താലുമാണ്. ബഹുവിധം പല ഗുണം എന്നൊക്കെ പറയും. അപ്പം ആരും അതിൻ്റെ ഇടയിൽ പോണ്ട. നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് കടന്നു നോക്കൂ. ചിലർ ബഹുമാനിക്കും, ചിലർ അപമാനിക്കും. രസമാണത്, നമുക്ക് ആവശ്യമാണ്. ബഹുമാനം മാത്രം ഏൽക്കുന്നവൻ നന്നാവില്ല, അപമാനവും വേണം. ഞാൻ കച്ചവടക്കാരോട് പറയാറുണ്ട്, നിങ്ങൾ എപ്പോഴും ലാഭമുണ്ടാക്കി അങ്ങനെ ജയഭേരി അടിച്ചാൽ പോരാ. നഷ്ടം വന്നാൽ അത് സഹിക്കാനും കച്ചവടം നിർത്താതെ മുമ്പോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കണം. അല്ലെങ്കിൽ ഒരെണ്ണം ക്ലോസ് ചെയ്ത് വേറെ ഒരെണ്ണം തുടങ്ങാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടാവണം. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരല്ല, മാസം തോറും ശമ്പളം മേടിക്കുന്നവരല്ല. അതൊരു വകുപ്പ് വേറെ. കച്ചവടക്കാർക്ക് എപ്പോഴും അറ്റ് എനി ടൈം ദേ മസ്റ്റ് ബി റെഡി ടു ഗെയിൻ പ്രോഫിറ്റ് ഓർ ടു ലൂസ്. അതാണ് ഇതിൻ്റെ സ്വഭാവം. ഈ കച്ചവടക്കാരുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ടായി? ആഗോളാടിസ്ഥാനത്തിലുള്ള ഒരു ഉരുക്കം ഉരുകിപ്പോയില്ലേ? ഇപ്പോൾ ഗ്ലോബൽ മെൽറ്റ് ഡൗൺ. അവരുടെ തെറ്റായ തീരുമാനങ്ങളോ അത്യാർത്ഥി കൊണ്ടല്ലേ അത് സംഭവിച്ചത്. അപ്പം അങ്ങനെ വരുന്നത് നമേ മാനാവമാനൗസ്തോ ന ചിന്ത ഗേഹപുത്രിനാം. എനിക്ക് വീടിനെക്കുറിച്ചോ സന്താനങ്ങളെക്കുറിച്ചോ പുത്രികളെക്കുറിച്ചോ ഒരു ദുഃഖമില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് നടക്കുന്നത്. ആ ഒറ്റയ്ക്ക് നടക്കുന്നവന് എന്താ? വീടുണ്ടോ? ഇല്ല. വീടുണ്ടെങ്കിലല്ലേ അത് സംരക്ഷിക്കണ്ടു. പുത്രിടാം, എനിക്ക് മകളുമില്ല. ആത്മക്രീഡ ആത്മരതിഹി. എന്നാൽ വീടില്ലാത്തത് കൊണ്ട് വീട്ടിലുള്ളവർക്കുണ്ടാവുന്ന സുഖത്തിൻ്റെ വല്ല കുറവുണ്ടോ? ഇല്ല. നേരെ മറിച്ച് വീട്ടിലുള്ളവർക്ക് സുഖം കുറവാണ്. മേ ബി അവർക്കൊരു കട്ടിലുണ്ട്, ഒരു കിടക്കയുണ്ട്, എയർ കണ്ടീഷനും ഉണ്ട്. ആ ദിനം മുഴുവനും ദുഃഖിച്ച് വിഷമിച്ച ആവലാദികളൊക്കെയായി കഴിഞ്ഞ് അവസാനം വന്ന് കിടന്ന് കണ്ണടഞ്ഞു. പക്ഷെ ഉറക്കം അവരുടെ കയ്യിലില്ല, ചിലപ്പോൾ ഉരുണ്ടുകൊണ്ടിരിക്കും. ആ ഉറക്കം വന്ന് ഉറങ്ങിയാൽ അപ്പോഴേ സമാധാനമുള്ളൂ. എനിക്കതൊന്നും ഇല്ലാതെ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഞാൻ പ്രതിദിനം നടക്കുമ്പോൾ നല്ല പോലെ ക്ഷീണം വരും. അപ്പോൾ കിടക്കാൻ കാത്തിരിക്കും ശരീരം ഉറങ്ങാൻ. അപ്പോൾ എനിക്ക് ഉറക്കം ഒരു പ്രശ്നമില്ല.
ഉറങ്ങിക്കഴിയണപ്പോൾ കട്ടിലുണ്ടോ, അവിടെ കിടക്കിയുണ്ടോ? ഇനി കട്ടിലും കിടക്കിയുണ്ട്, അതിനെയൊക്കെ ഓർമ്മ വെച്ചിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റുമോ? ഓർമ്മയുള്ളിടത്തോളം കാലം ഉറക്കം വരില്ല. ഉറക്കം വന്നാലും അവിടെ കട്ടിലുമില്ല കിടക്കിയുമില്ല. മരത്തിൻ്റെ ചുവട്ടിലാണ് ഒരാൾ കിടന്നുറങ്ങിയെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ ചുവട് ഓർമ്മയുണ്ടാവുമോ? ഉണ്ടാവില്ല. കട്ടിലും കിടക്കിയും പണക്കാരൻ മറക്കുന്നത് പോലെ മരച്ചോട് അവിടെ കിടക്കുന്നവനും മറക്കും. അപ്പോൾ ഇതൊക്കെ മറക്കാനാണ്, ഗ്രഹിക്കാനും കൊണ്ടു നടക്കാനുമുള്ളതല്ല. ന ചിന്താഗ്രഹപുത്രിനാം ആത്മക്രീഡ. ഞാൻ ക്രീഡിക്കുന്നത്, വിഹരിക്കുന്നത്, വിളയാടുന്നത്, കളിക്കുന്നത് എൻ്റെ ഉള്ളിലാണ്, അന്തരംഗത്തിലാണ്, അന്തരാത്മാവിലാണ്. ആത്മരതി. ആ വിഹാരത്തിൽ എനിക്ക് തോൽവിയില്ല. ക്രിക്കറ്റിലും ഫുട്ബോളിലും ചെസ്സിലും ഒക്കെ ഒരാൾ തോറ്റിട്ടാണ് പിന്നെ ഒരാൾ ജയിക്കുന്നത്. എൻ്റെ ഈ ആത്മക്രീഡയിൽ ഞാൻ പരാജയപ്പെടുന്നില്ല, എൻ്റെ ആത്മാവും പരാജയപ്പെടുന്നില്ല. ആത്മാവ് പരിലസിക്കുന്നു, അതിനെ അനുഭവിക്കുന്ന ഞാൻ സദാ പരിതുഷ്ടനായി കഴിയുന്നു. ഒരാളെ തോൽപ്പിച്ച ഒരാൾ ജയിക്കില്ല. അവിടെ നമ്മുടെ മത്സരങ്ങളൊക്കെ എങ്ങനെയാ? അയ്യോ എത്രയാ ബെറ്റ് ചെയ്യണത് ഇപ്പോൾ അവിടെ, ബെറ്റ് എന്നിട്ട് ജയിക്കേണ്ട ടീമിനെ തോൽപ്പിക്കുക അവർ പണം കൊടുത്തിട്ട്. എല്ലാ ദിക്കിലും അവരുണ്ടല്ലോ. ഈ പണം എന്ന് പറയുന്നത് ഇവിടെ ആ കുഴപ്പമൊന്നുമില്ല. ആത്മക്രീഡ, ആത്മരതി. ആത്മാവിലാണ് ക്രീഡനം, ആത്മാവിലാണ് എനിക്ക് രതി. പിങ്കള പലരുമായി രമിക്കാനും രതി അനുഭവിക്കാനും നോക്കി, എന്നിട്ട് പരാജയപ്പെട്ടു. അവസാനം പരമാത്മാവായ പരമേശ്വരൻ രതി വേണം എന്ന് പറഞ്ഞ് തന്നെത്താനെ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് മഹാവിഷ്ണുവിൻ്റെ കൂടെ ലക്ഷ്മി രമിക്കുന്ന മാതിരി രമിക്കാം എന്ന് തീരുമാനിച്ച് രമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ദൃഷ്ടിയിൽ പിങ്കള ഇപ്പോഴും. അതേമാതിരി ഇദ്ദേഹം ആത്മക്രീഡ, ആത്മരതി, വിചരാമീഹ ബാലവത്. എന്നിട്ടോ ഈ ആത്മക്രീഡനും ആത്മരതിയുമായി കണ്ണടച്ചിങ്ങനെ ഇരിക്കുകയല്ല. വിചരാമി, ഞാൻ സഞ്ചരിക്കുന്നു, കൈ വീശി നടക്കുന്നു, കാൽ ഇളകി കാലടി മുമ്പോട്ട് വയ്ക്കുന്നു. പരമസുഖം, പരമസന്തോഷം, ഉള്ളിൽ പുറത്ത്, ചോട്ടിൽ മുകളിൽ, വലതുഭാഗത്ത് ഇടതു ഭാഗത്ത്, എല്ലാ ദിക്കിലും ഒരുപോലെ പരമസുഖം, പരമസന്തോഷം. വിചരാമീഹ ബാലവത്. ഇതാണ് കുട്ടിയുടെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ചത്. അർഭകൻ എന്താ ചെയ്യുക? പാവം മുല കുടിക്കണ കുട്ടിയാണെങ്കിൽ അമ്മയുടെ മുല കുറച്ച് കൊടുത്താൽ കുടിക്കും. അത് അമ്മ കൊടുത്താലേ ഉള്ളൂ, തനിക്ക് ഓടിച്ചാടി കുടിക്കാൻ പറ്റില്ല. അതങ്ങോട്ട് കയ്യിൽ കിട്ടിയാൽ അങ്ങോട്ട് കളിച്ചോണ്ട് അങ്ങനെ ഇരിക്കും. ഇതാണ് ആ കുട്ടിയുടെ സ്വഭാവം. ആ കുട്ടിക്ക് അമ്മ എന്നൊരു ചിന്തയുണ്ടോ, അച്ഛൻ എന്നൊരു ചിന്തയുണ്ടോ? കുറച്ച് കളിക്കും, കുറച്ച് പ്രായമായാലും അത് തന്നെയാണ്. കളിക്കോപ്പ് വേണം, എന്തെങ്കിലും ഡ്രസ്സ് വേണം, നല്ല വാക്കൊന്ന് പറഞ്ഞാൽ കൊള്ളാം, അത് കഴിഞ്ഞാൽ കളിച്ചു, അങ്ങനെ കളിച്ചുകൊണ്ട് കൂടും. അതേപോലെ ആ കുട്ടിക്ക് ഒരു ചുമതലയില്ല. അച്ഛനമ്മമാർ, സഹോദരന്മാർ അവർക്ക് ഭക്ഷണം കൊടുക്കണം, വെക്കണം, ഇങ്ങനെയുള്ള ആലോചനയൊന്നുമില്ല. എന്നാൽ അതൊക്കെ ബാക്കിയുള്ളവർ ചെയ്യുക. അതേമാതിരി എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാൽ കിട്ടും, തന്നാൽ മേടിക്കും, ഇല്ലെങ്കിൽ ഞാൻ വേറൊരു വീട്ടിൽ പോവും. എല്ലാവരും തരാണ്ടിരിക്കില്ല, എല്ലാവരും തന്നൂന്നും വരില്ല. ചിലപ്പോൾ സ്വാദുള്ളതാവും, ഇല്ലാത്തതാവും, ഞാൻ കഴിച്ചങ്ങോട്ട് പോവും, കുട്ടിയെപ്പോലെ. ഇതാണ് അർഭകനിൽ നിന്ന് പഠിച്ചത്. നമേ മാനാപമാനൗസ്തോ ന ചിന്താ ഗേഹപുത്രിനാം ആത്മക്രീഡ ആത്മരതി വിചരാമീഹ ബാലവത്. നിങ്ങൾ ഒരു കാര്യം മാത്രം വിചാരിക്കരുത്. ഈ തത്വജ്ഞാനത്തിന് വേണ്ടി കാട്ടിൽ ചെന്ന് കുടീരത്തിലിരുന്ന് ദശാബ്ദങ്ങളോളം കണ്ണടച്ച് തപസ് ചെയ്തിട്ടാണ് തത്വജ്ഞാനമുണ്ടാകുന്നത് എന്ന് വിചാരിക്കരുത്. നിങ്ങൾ തപസ് ചെയ്യുമായിരിക്കാം ദീർഘകാലം, എനിക്കറിയില്ല അതിനെപ്പറ്റി. ജ്ഞാനം എന്ന് പറയുന്നത് ജാഗ്രത അവസ്ഥയിൽ മനസ്സ് സമമായി തീരുന്നതും ബുദ്ധി ആ ആശയത്തെളിച്ചത്താൽ ആത്മപ്രഭയിൽ മുങ്ങുന്നതുമാണ് ജ്ഞാനം. അതിന് കണ്ണടച്ചിട്ടുള്ള ധ്യാനമല്ല എപ്പോഴും ഉതകുക, അതല്ല സഹായിക്കുക. തത്വവിചാരം. വേദവ്യാസ മഹർഷി എന്താ ചെയ്യുന്നത്? തത്വം ഇങ്ങനെ ഓതിത്തരിക, കഥകളിലൂടെ, തത്വകഥനത്തിലൂടെ, ഓരോ തരത്തിലുള്ള അവതരണങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ, സ്ഥലം, സമയം, സൃഷ്ടി, സ്ഥിതി, സർഗം, വിസർഗം, ഇതൊക്കെ വിവരിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതിൽ ആ കാലം കൂടെയാണ് 11ാം സ്കന്ധത്തിൽ. അവിടെ കൃഷ്ണ പരമാത്മാവിനെ തന്നെ കൊണ്ടുവച്ചു. പരമഭക്തനായ ഉദ്ധവനെ മുമ്പിൽ നിർത്തി. ഈ കണ്ട കാലമായിട്ട് എനിക്ക് മനഃശുദ്ധി വന്നിട്ടില്ല, ആശയത്തെളിച്ചം വന്നിട്ടില്ല, മമത പോയിട്ടില്ല. അപ്പം ആ ഉദ്ധവൻ്റെ മനസ്സിൽ നിന്ന് മമത പോവാൻ എന്തു വേണം? ഒരു മമതയുമില്ലാത്ത ഒരു അവധൂതനെ മഹാരാജാവിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തണം. അതാണ് കൃഷ്ണൻ നിർത്തുന്നത്. ഈ അവധൂത മൊഴികൾ കേട്ടാൽ പിന്നെ എങ്ങനെയാ ഉദ്ധവൻ്റെ മനസ്സിൽ ഒട്ടലുണ്ടാവുക? കുരരപ്പക്ഷിയുടെ കഥ പറഞ്ഞില്ലേ, പിങ്കളയുടെ കഥ പറഞ്ഞില്ലേ, എത്ര കഥ ഇവിടെ പറഞ്ഞു, ഇനിയും പറയാൻ പോണു.
ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ കേട്ട് കഴിഞ്ഞ മനസ്സിൽ പിന്നെയും ഈ ഉണ്ടക്കരി നിൽക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരോ അതോ മൃഗങ്ങളെക്കാളും കശയോ? നല്ലോണം ആലോചിച്ച് പറയും. നമേ മാനാവമാനൗസ്തോ ന ചിന്താ ഗേഹപുത്രിനാം ആത്മക്രീഡ ആത്മരതി വിചരാമീഹ ബാലവത്. സഞ്ചരിക്കുന്നത് ശരിയാണ്, ജോലി ചെയ്യാതെ ഇരിക്കുന്നതും ശരിയാണ്, അപേക്ഷയും ഉപേക്ഷയും ഇല്ലാത്തതും ശരിയാണ്. ഇതൊക്കെ ആയിട്ട് ഞാൻ ദുഃഖിതനാണോ? അല്ല അല്ല അല്ല, ഞാൻ പരമസുഖിയാണ്, പരമാനന്ദഭരിതനാണ്, ആത്മാഹ്ലാദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ആത്മ ആനന്ദത്തിൽ ഊളയിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വാക്കുകൾക്ക് അതാണ് അർത്ഥം. യസ്ത്വ ആത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുകയാണ്, യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? എത്ര തവണയാണ് ഈ ആത്മരതി, ആത്മതൃപ്തൻ, ആത്മതുഷ്ടൻ ഈ വാക്ക് ഉപയോഗിക്കണത്? അപ്പം നിങ്ങളുടെ സന്തുഷ്ടി എവിടെയാ വേണ്ടത് എന്നത് ആലോചിച്ചോളൂ. വീട്ടിലാണോ? സൗകര്യം നൽകുന്ന സാമഗ്രികളിലാണോ? കുട്ടികളിലാണോ? ഉദ്യോഗത്തിലാണോ? വിദേശ ഗമനത്തിലാണോ? ആലോചിക്കൂ, എവിടെയാ? സന്തോഷം, തൃപ്തി എന്ന് പറയുന്ന വാക്കുകളുണ്ടല്ലോ. ഇങ്ങനെ ഒരു ദ്രവ്യം അത് ഉണ്ടാക്കില്ല, ഈ വിളക്ക് മുതലായിട്ടുള്ള എനർജിയും അത് ഉണ്ടാക്കില്ല, ഒക്കെ ജഡങ്ങളാണ്. സന്തോഷവും തൃപ്തിയും നൽകുന്നത് സജീവമായിരിക്കുന്ന മനസ്സാണ്. മനസ്സ് ദ്രവ്യമല്ല, അത് ഊർജമല്ല, അത് ചേതനാമയമാണ്. ആ ചേതനയെ നിങ്ങൾക്ക് മേടിക്കാനും പറ്റില്ല, ഉടമസ്ഥാവകാശത്തിൽ നിർത്താനും പറ്റില്ല. അത് ജനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രസരണമാണത്. ആ ചേതനാമയമായ മനസ്സ് രചിക്കുന്നതാണ് സന്തോഷം. അപ്പം സന്തോഷം രചിക്കുന്നത് മനസ്സാണെങ്കിൽ ആ മനസ്സ് എവിടെയാ? നിങ്ങളുടെ ഉള്ളിൽ. അത് വല്ലവരും അപഹരിക്കുകയോ? അപഹരിക്കില്ല. അടിച്ച അതിൽ ഏൽക്കില്ല. ശരീരത്തെ അടിക്കാൻ പറ്റുള്ളൂ, മനസ്സിനെ അടിക്കാൻ പറ്റില്ല ആർക്കും. ആ മനസ്സ് ഉള്ളിടത്തോളം കാലം നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി എന്തിന് എരപ്പാളികളാവുന്നു? സന്തോഷം അത് ഉള്ളിലാണ്. അണ്ടർസ്റ്റാൻഡ് മൈ ഡിയർ സോൾസ് ദാറ്റ് കണ്ടന്റ്മെന്റ്, ഡിലൈറ്റ്, ചിയർഫുൾനെസ്, exhilaration, exaltation, rejoicing, all these are originating from the mind. Mind alone generates it. Nothing else can, will, does. ഒരിക്കലും വേറെ ഒന്നിനിത് സൃഷ്ടിക്കാൻ പറ്റില്ല. അതിൻ്റെ പൂർണ്ണ അവകാശം മനസ്സിനാണ്. ആ മനസ്സിൽ കയ്യിൽ വെച്ചുകൊണ്ട് വെണ്ണ കയ്യിൽ വെച്ച് നെയ്യിന് നിങ്ങൾ ഓടി നടക്കുകയാണ്. കസ്തൂരിമാൻ്റെ വൃഷണത്തിൽ നിന്നാണ് കസ്തൂരി ഗന്ധം വരുന്നത്. മഹാപാപത്തിന് അറിയില്ല. ഈ ഗന്ധം എവിടെയോ എന്ന് വിചാരിച്ച് ഓടി നടക്കുകയാണ് കസ്തൂരിമാൻ. അതിനെയാണ് കുഴലൂതി ആകർഷിച്ച് നിർത്തി അമ്പെയ്ത് കസ്തൂരി കയ്യിലാക്കണത്. അതുമാതിരി നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു കൗസ്തുഭമുണ്ട്. അതിനെ അറിയാതെ ഈ നക്കല് രത്നങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോണ്ട. യസ്തു ആത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ. ആരാണോ ആത്മരതി, ആത്മരതനായിരിക്കുന്നത്, ആത്മതൃപ്തനായിരിക്കുന്നത്, ആത്മന്യേവ ച സന്തുഷ്ടഃ, ആത്മാവിൽ മാത്രം സന്തുഷ്ടനായിരിക്കുന്നത്, തസ്യ കാര്യം ന വിദ്യതേ. ആ ആൾക്ക് ഈ ലോകത്തിൽ ഒരു കൃത്യവും ഇല്ല, ഒരു കർത്തവ്യവും ഇല്ല. ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ സഹോദരങ്ങളോടോ സമാജത്തിനോടോ അനവധി ദേവീദേവന്മാരോടോ സ്വർഗത്തിനോടോ നരകത്തിനോടോ പിതൃക്കളോടോ വരും തലമുറകളോടോ യാതൊരു കടമയും ആ ആൾക്കില്ല. നിങ്ങൾ കടമ എന്ന് പേര് പറഞ്ഞോളൂ. കടമ നിങ്ങളുടെ മനസ്സിലാണ് തോന്നുന്നത്. അത് നിർവഹിച്ചു കഴിഞ്ഞാലോ നിങ്ങൾക്കാണ് സന്തോഷം. ഇപ്പം പിതൃക്കൾക്ക് എന്ന് പറഞ്ഞ് നാം പലതും വെലിയിടുന്നു. ഈ വെലിയിടുന്നത് പിതൃക്കൾക്ക് കിട്ടുന്നുണ്ടോ? ആർക്കറിയാം? എവിടെയാ അവർ രണ്ടാമത് ജനിച്ചോ എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും? പക്ഷേ നമ്മൾ ചെയ്യാനുള്ള കടമ പഞ്ചമഹായജ്ഞങ്ങളിൽപ്പെട്ട ഒന്ന് പിതൃയജ്ഞം എന്ന് പറഞ്ഞ് യജ്ഞം നടത്തുകയാണ്. അവർക്ക് കിട്ടിയോ കിട്ടില്ലേ എന്നുള്ള ചോദ്യം ഈ നടത്തുന്നവൻ്റെ മനസ്സിലില്ല. അത് വന്നാൽ അയാളത് നിർത്തും. അപ്പം പിന്നെ അത് നടത്തിയിട്ട് എന്താ? നടത്തി എന്നുള്ളൊരു കൃതാർത്ഥത. ആ കൃതാർത്ഥത ആരാ ജനിപ്പിക്കുന്നത്? മനസ്സ്. അപ്പം പിതൃയജ്ഞം കൊണ്ടുള്ള തൃപ്തി എവിടുന്ന് വരുന്നു? പിതൃക്കളിൽ നിന്ന്, വിദൂരങ്ങളിൽ നിന്ന് പാഞ്ഞെത്തുന്നതാണോ അഡ്രസ്സും മേൽവിലാസവും നോക്കി നിങ്ങളുടെ അടുത്ത്? അതോ ചെയ്തു എന്നുള്ള കൃതാർത്ഥത കൊണ്ടുള്ള സന്തോഷം മനസ്സ് രചിക്കുന്നതോ? എന്ത് പറയുന്നു പ്രേക്ഷകരെ? ഭൂമാനന്ദ സ്വാമിജിയോട് എന്തെങ്കിലും മറുപടി പറയാൻ നിങ്ങൾക്കുണ്ടോ? ശാസ്ത്രമാണിത്, ഉദ്ധവ ഗീതയാണിത്, കൃഷ്ണന്റെ മൊഴികളാണിത്, അനാദിയായിരിക്കുന്ന ആഹ്വാനങ്ങളും വെളിപ്പെടുത്തലുകളുമാണിത്, വിജ്ഞാനമാണിത്.
ഇതിൻ്റെ മുൻപിൽ ഒക്കെ നിഷ്പ്രഭമാവുകയുള്ളൂ. തത്വചിന്തനം വിമർശന ബുദ്ധിയ പരിഗണന നടത്തുകയാണ്, വിലയിരുത്തുകയാണ്. യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. ഇതെങ്ങനെയാ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഉണ്ടാവും. ഞാനിപ്പോൾ ചൊല്ലിയത് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തതോച്യതേ. 2-ാം അധ്യായത്തിൽ തന്നെ പടക്കളത്തിൽ വെച്ച് അർജുനനോട് സംസാരിക്കുമ്പോൾ കൃഷ്ണൻ ചൂണ്ടിക്കാട്ടി, അർജുന സ്ഥിതപ്രജ്ഞനാകണം. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ? കോൺഷ്യസ്നെസ്. എന്താണോ ശരീരമുണ്ടെന്ന് പോലും അറിയിപ്പിക്കുന്നത് അതാണ് പ്രജ്ഞ. ആ പ്രജ്ഞ ഇളകിമറിയാതെ സ്ഥിതമായിരിക്കണം. ഒരു വലിയ മരം, അതിന് ധാരാളം കൊമ്പും ചില്ലിയുണ്ട്. നിങ്ങൾ അതിൽ കയറി പെട്ടെന്നൊരു കാറ്റൂതി. കൊമ്പിലായിരുന്നു നിങ്ങൾ. കൊമ്പിലാണെങ്കിലോ കാറ്റ് കൂടുമ്പോൾ കൊമ്പിളകും. നല്ലോണം ഇളകിയാൽ നിങ്ങൾക്ക് പേടിയാവും, ഊഞ്ഞാല് പോലെ. കൊമ്പിലിരിക്കുമ്പോൾ ഊഞ്ഞാല് പിടിക്കണമായിട്ടൊന്നും പിടിക്കാനൊന്നും പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾ തടിയിലാണെങ്കിലോ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിലോ തടി ഇളകില്ല. അതുമാതിരി നമ്മുടെ മനസ്സിനെ സ്ഥിതപ്രജ്ഞമാക്കണം നമ്മൾ. ആ സ്ഥിതപ്രജ്ഞമാക്കാൻ എന്തു വേണം? പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ. മനസ്സിൽ ഉദിക്കുന്നതായ എന്തെല്ലാം ആശകളുണ്ടോ ആ ആശകളെ മുഴുവനും ഉപേക്ഷിക്കണം. ജഹാതി പ്രജഹാതി. നല്ല പോലെ എങ്ങനെയാ ഉപേക്ഷിക്കുക? വീണ്ടും വിചാരത്തോടുകൂടി പരിശോധിച്ച് നോക്കുക. ഞാൻ ആഗ്രഹിക്കുന്നു, എന്തിന്? ഞാനല്ലാത്ത ഓരോ സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞ്. അത് ഏതെങ്കിലും കിട്ടിയാൽ എൻ്റെ ഉള്ളിലേക്ക് അത് കിടക്കുമോ? കിടക്കില്ല. എവിടെ ഇരിക്കും? പുറത്ത്. പിന്നെ എനിക്ക് എന്താ കിട്ടണത്? എനിക്ക് കിട്ടിയെന്നൊരു തോന്നൽ. ഇതാരാ സൃഷ്ടിക്കുന്നത്? മനസ്സ്. അപ്പം മനസ്സിൽ നിന്നല്ലേ സർവ്വസന്തോഷവും വരുന്നത്? അതെ. ആ മനസ്സ് ആഗ്രഹങ്ങളെയെല്ലാം വിട്ട് സ്വയം സന്തോഷിച്ചോട്ടെ, അങ്ങോട്ട് പറയൂ. അപ്പം എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിക്കണം. സാധാരണ ഉറങ്ങുന്ന സമയത്ത് സർവ്വതും ഇടുന്നുണ്ട്. ഉറക്കം നമ്മളെ പിടികൂടുന്നതാണ്, നാം നിർത്താനൊട്ട് പറ്റൂല. ഇവിടെ അങ്ങനെയല്ല. ഉറങ്ങിയതിന് ശേഷം ആവശ്യമുള്ളിടത്തോളം ഉറക്കം ശരീരത്തിന് കൊടുത്തതിന് ശേഷം ഒറ്റയ്ക്ക് ഒരു മുറിയുടെ ഉള്ളിൽ വാതിലടച്ച് തിരഞ്ഞെടുത്ത ഒരു ആസനത്തിൻ്റെ മുകളിലിരുന്ന് ധ്യാനിക്കുക. അങ്ങനെ കണ്ണടച്ച് ധ്യാനിച്ചിട്ട് എന്തു വേണം? മനസ്സിലുദിക്കുന്ന സർവ്വ ആഗ്രഹങ്ങളെയും വിട്ടുകളയണം. അവസാനം ഈശ്വരൻ വേണം എന്നുള്ളൊരു വിചാരവും കൂടി മനസ്സിൽ നിന്ന് വിടണം. അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളെയും വിട്ടുകഴിഞ്ഞാൽ എന്തുണ്ടാവും? ആത്മന്യേവ ആത്മനാ തുഷ്ടഃ. ഉറങ്ങാതെ ഒരു ശൂന്യാവസ്ഥയിലും ചെന്ന് പെടാതെ, മനസ്സിൽ വികലതകളൊന്നുമില്ല, ഇളക്കിമറിക്കുന്ന ചിന്തകളുമില്ല. തൻ്റെ ഉള്ളിൽ തന്നെ താൻ അങ്ങോട്ട് അമർന്നിരുന്ന് ആ ഉള്ളിലുള്ള ആ സ്വച്ഛത, ആ പ്രസന്നത, ആ പ്രശാന്തത, ആ നൈസർഗികമായിരിക്കുന്ന സൗന്ദര്യം, ശരത്കാലത്തിലെ ആകാശത്തെ പോലെ സംശുദ്ധമായിരിക്കുന്ന ആ വ്യാപ്തി, അത് ഉണർന്ന് ആത്മന്യേവ ആത്മനാ തുഷ്ടഃ. കണ്ണടഞ്ഞിട്ടുണ്ട്, പക്ഷേ ഉറങ്ങുന്നില്ല. എന്നാൽ ഉണർന്നിരിക്കുന്ന സമയത്തുള്ള വിക്ഷേപങ്ങളില്ല. സ്വപ്നത്തിലുള്ളതുപോലെ ഒരു ഭാവനാരാജ്യം സൃഷ്ടിക്കുന്നുമില്ല. അങ്ങനെ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും മൂന്നും ഒഴിഞ്ഞ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും കാരണമായിരിക്കുന്ന ആ ചതുർത്ഥം, നാലാമത്തെ ആ അന്തരാത്മ, ആ തത്വമുണ്ടല്ലോ, ആ തത്വം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് സ്ഥിതപ്രജ്ഞസ്തതോച്യതേ. അപ്പോഴാണ് ഒരാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് നാം പറയുക. ആ ഒരു ആത്മക്രീഡയും ആത്മരതിയുമാണ് ഇവിടെ പരാമർശിക്കുന്നത്. നമേ മാനാവമാനൗസ്തോ ന ചിന്താ ഗേഹപുത്രിണാം ആത്മക്രീഡ ആത്മരതി വിചരാമീഹ ബാലവത്. ഇത് കയ്യിലാക്കുന്നത് വരെ ഞാൻ ഇരുന്നു, ധ്യാനിച്ചു, പരിശീലിച്ചു എന്ന് പറയുന്നത് ശരിയാകാം. ഇത് കയ്യിൽ കിട്ടി സത്യം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി, അകവും പുറവുമില്ലാതെ ഉള്ളിലും പുറത്തും ഒരുപോലെ വ്യാപിച്ചു കിടക്കുന്ന അവിഛിന്നമായിരിക്കുന്ന ഒരു സാന്നിധ്യമാണ്, ഒരു പ്രകാശമാണിത്. ഇതിൽ നിന്ന് ഞാൻ ഒഴിവാവില്ല, എന്നെ ഇത് ഒഴിവാക്കില്ല. ഞാൻ സാധാരണ പറയും, ഈശ്വരനോട് 2 തരത്തിലുള്ള ആഹ്വാനങ്ങളാണ് ഭൂമാനന്ദ സ്വാമി കൊടുത്തിട്ടുള്ളത്. ഇന്നല്ല, കുറേ കാലം മുമ്പ് കൊടുത്തു. എന്താ? ഭഗവാനെ, അങ്ങയ്ക്ക് സാധിക്കുമെങ്കിൽ എന്നെ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളൂ, ബഹിഷ്കരിക്കൂന്ന്. ഈശ്വരൻ എന്നെ ബഹിഷ്കരിക്കാൻ പറ്റുമോ? എവിടെയാണ് കൊണ്ടുവയ്ക്കുക? അപ്പോൾ കൊണ്ടുവയ്ക്കുന്ന സ്ഥലത്ത് ഈശ്വരൻ ഇല്ല എന്ന് വന്നാൽ അങ്ങേര് ഈശ്വരനാവില്ലല്ലോ. അപ്പോൾ എന്നെ ബഹിഷ്കരിക്കാൻ, തള്ളിക്കളയാൻ പറ്റുമോ? നാട് കടത്താൻ? അല്ല.
എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ പറ്റുമോ? ഇത് രണ്ടിനും ഇന്നേ വരെ ഭഗവാൻ എന്നോട് മറുപടി പറഞ്ഞിട്ടില്ല, പറയൂല. എൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ എങ്ങനെയാ പുറത്തേക്ക് പോവുക? പുറത്തേക്ക് പോയി അവിടെ വേറൊരാളിരുന്നാൽ ഭഗവാൻ സർവ്വവ്യാപി അല്ലല്ലോ, എല്ലാ ദിക്കിലും ഉണ്ടല്ലോ. അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല, എന്നെ ബഹിഷ്കരിക്കാനും പറ്റില്ല. ഭൂമാനന്ദ സ്വാമിജിക്ക് ഭഗവാനുമായിരിക്കുന്ന അഭേദ്യ ബന്ധത്തിൻ്റെ ഒരു പ്രകടനമാണ് ഈ പറയുന്നത്, ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ. ബാക്കിയുള്ളവരെ മനസ്സിലാക്കുന്നതാണല്ലോ ഞങ്ങളുടെ ചുമതല, ഞങ്ങളുടെ ദൗത്യമാണത്. നിങ്ങൾ ആവശ്യപ്പെട്ടാലും ആവശ്യപ്പെട്ടില്ലെങ്കിലും സംപ്രേഷണം ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു, ഞാനതിന് പുറപ്പെട്ടു. എന്തൊക്കെയാണ് സംപ്രേഷണത്തിൽ വരണത് എന്നുള്ളത് ഭൂമാനന്ദ സ്വാമിയുടെ ആ പ്രവക്തൃ സ്ഥാനത്ത് നിന്ന് വരുന്നതാണല്ലോ. അതിൽ നിങ്ങൾക്ക് ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരെയും അറിയിപ്പിക്കുന്ന ഒരു സ്വഭാവം, അതാണ് ഞങ്ങളുടെ സ്വഭാവം. ഞങ്ങൾ പറഞ്ഞാലല്ലേ ഇത് അറിയുള്ളൂ. ഈശ്വരനുള്ള പ്രസിദ്ധി പോലും ഞങ്ങളെപ്പോലെയുള്ള പ്രവക്താക്കൾ മൂലം കിട്ടുന്നതാ. സനകാദികൾ ചെന്നപ്പോൾ മഹാവിഷ്ണു പറയുകയാണ്, ജയവിജയന്മാർ തടുത്തു നിർത്തിയത് തെറ്റി, അത് എൻ്റെ അപരാധമാണ്. എൻ്റെ കീഴിലുള്ളവർ തെറ്റ് ചെയ്താൽ യജമാനല്ലേ കുറ്റം, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണേ, നിങ്ങളാണ് എനിക്ക് പ്രസിദ്ധി ഉണ്ടാക്കി തരുന്നത്. ഇത് ആരാ എഴുതുന്നത്? പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഭാവനാമഹത്വം ഉണ്ടോ? വേദവ്യാസരാണിത് പറയുന്നത്. ആ വേദവ്യാസരാണ് നിങ്ങൾ ഉറ്റുനോക്കുന്നതും എന്നാൽ ഒരിക്കലും കിട്ടാത്തതായ ഭഗവൻ മൊഴികളെ ഇങ്ങനെയുള്ള പരമഹംസന്മാരും പരിവ്രാജകന്മാരുമാണ് പറയുന്നത്. ഇവിടെ മഹാവിഷ്ണു സംസാരിച്ചു എന്നാണോ? അല്ല, മഹാവിഷ്ണുവിനെ കൊണ്ട് ഗ്രന്ഥകർത്താവ് ശാസ്ത്രകാരൻ സംസാരിപ്പിക്കുകയാണ്. അതാണ് പരമഹംസ പദത്തിൻ്റെ വിശേഷം. ശ്രീമദ് ഭാഗവതം എന്താ? പാരമഹംസ്യാം സംഹിതായാം എന്നാണ് പറയുന്നത്. പരമഹംസന്മാർ, പാരമഹംസ്യ സംഹിതയാണ്. ആ പരമഹംസ പദത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ സത്യം ഞാനും പറയുന്നത്. വിചരാമീഹ ബാലവത്. ആദ്യം ധ്യാനിച്ചിട്ടുണ്ടാവാം, ധ്യാനശീലം അനുവർത്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇത് കാര്യം മനസ്സിലായതിനു ശേഷം എനിക്ക് ഒരു സ്ഥലത്ത് ഇരിക്കേണ്ടി വന്നിട്ടില്ല, പ്രത്യേകം ധ്യാനം പരിശീലിക്കേണ്ടി വന്നിട്ടില്ല. ഇത് അറിഞ്ഞുകൊണ്ട് ആ അറിവ് ഒരു ഓർമ്മ അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. ഞാൻ എന്നുള്ള ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ അല്ലാത്തതിനെയൊക്കെ നാം മറക്കാം, തന്നെ മറക്കില്ല. മറക്കുന്നതും ഓർമ്മ വയ്ക്കുന്നതും താനാണ്. ആ താനെ മറക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഓർമ്മ വയ്ക്കുന്നതൊക്കെ മറന്നുപോയി എന്ന് വരാം. അതുപോലെയാണ് ഈ നില. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുകയാണ്, ദ്വാവേവ ചിന്തയാ മുക്തൗ പരമാനന്ദ ആപ്ലുതൗ യോ വിമുഗ്ധോ ജഡോ ബാലോ യോ ഗുണേഭ്യഃ പരം ഗതഃ. ശ്രീമദ് ഭാഗവതത്തിൽ 18,000 ശ്ലോകങ്ങളാണല്ലോ. എണ്ണി നോക്കിയാൽ 18,000 കണ്ടു എന്ന് വരില്ല, ഒരു പറച്ചിലാണത്. അതിൽ കുറേയൊക്കെ ഗദ്യമുണ്ട്. ആ 18,000 ശ്ലോകങ്ങളിൽ ഒരു 18 ശ്ലോകങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽപ്പെട്ട ഒന്നാണത്. ദ്വാവേവ ചിന്തയാ മുക്തൗ പരമാനന്ദ ആപ്ലുതൗ യോ വിമുഗ്ധോ ജഡോ ബാലോ യോ ഗുണേഭ്യഃ പരം ഗതഃ. ഞാൻ പലപ്പോഴും അതിശയിക്കും, ഈ കുടീരവാസികൾക്ക് അവർ ജീവിക്കുന്ന ലോകത്തിനെക്കുറിച്ച് ഇത്രയധികം വിമർശന ബുദ്ധിയാ പരിഗണിച്ച് ഒരു തീരുമാനത്തിലെത്തി എന്നേക്കുമായി വലിച്ചെറിഞ്ഞ് സംസാരിക്കുകയാണ്. ഈ ലോകത്തിൽ മനുഷ്യഗർഭത്തിൽ ജനിച്ച ആരാണെങ്കിലും ശരി, അവർക്കെല്ലാവർക്കും ബാധകമാണിത്. പറയാണ്, ദ്വാവേവ ചിന്തയാ മുക്തൗ. ഈ ലോകത്തിൽ ഹ്യൂമൻ എന്ന് പറയുന്ന മാമലിന് ജനിച്ചിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അങ്ങനെ വളർന്നിട്ടുള്ളവരെ, അവരുടെ ഇടയിൽ 2 ആളെ മുക്തന്മാരായി സ്വതന്ത്രന്മാരായിട്ടുള്ളൂ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഭാവന ഉണ്ടോ എന്നാണ് എനിക്ക് സംശയം. ഉണ്ട്, പക്ഷെ അത് മതിയോ എന്നുള്ളതാണ്. 2 പേര് മുക്തന്മാരാണെന്ന് പറയുക. മുക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? മോക്ഷം എന്താ? ഇനി മാതൃഗർഭത്തിൽ നുഴയേണ്ടി വരരുതെന്ന്, അടുത്ത ജന്മം ഉണ്ടാവരുതെന്ന്. അതല്ല മുക്തി കൂട്ടരെ, അതല്ല. ഇപ്പം നിങ്ങൾക്ക് ബന്ധനമുണ്ടല്ലോ, അതോ ഇനി അടുത്ത കാലത്തോ? ഇപ്പം ബന്ധനമുണ്ട്. ആ എവിടെ ബന്ധനം, എങ്ങനെ ബന്ധനമുണ്ടോ അവിടെ തന്നെ ഞാൻ മുക്തനാണ് എന്ന് പറഞ്ഞ് മുക്തിസുഖം നിങ്ങൾ അനുഭവിച്ചു തുടങ്ങും. ഇരുട്ടുള്ളയിടത്ത് വെളിച്ചം കൊണ്ടുവന്ന എന്തായി? ഇരുട്ടുള്ളയിടത്താണ് പ്രകാശം, വേറെ ഒരു സ്ഥലത്തല്ല. അതുപോലെ എവിടെ ബന്ധനമുണ്ടായിരുന്നു ആ അന്ധകാരം, അത് ആ മോക്ഷം വരുന്ന സമയത്ത് അതങ്ങോട്ട് ഇല്ലാതെയായി. ആ അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ മോക്ഷത്തിൻ്റെ അനുഭവം വരും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മുക്തിയെ മരണാനന്തര പരിണാമം എന്ന് വിചാരിക്കരുത് കേട്ടോ. ദ്വാവേവ 2 പേർ മാത്രമേ ചിന്തയാ മുക്തൗ, ചിന്തകളിൽ നിന്ന് മുക്തന്മാരായിട്ടുള്ളൂ. അവിടെ ബഹുവചനവും കൂടിയല്ല, ചിന്തയാ മുക്തൗ, ചിന്തയിൽ നിന്ന് മുക്തന്മാരായിട്ടുള്ളൂ. പരമാനന്ദ ആപ്ലുതൗ, വെറുതെ നിശ്ചിന്തമായിട്ട് മനസ്സിരിക്കുകയാണോ? അല്ല,
പരമാനന്ദ ആപ്ലുതവും, പരമാനന്ദത്തിൽ മുങ്ങി പരമാനന്ദ വെള്ളപ്പൊക്കത്തിലായിട്ടുള്ളവര് രണ്ടുപേരേ ഉള്ളൂ. സാധാരണ ചിന്തകൾ എന്തിനെക്കുറിച്ചാ ചിന്ത? ആദ്യം ലോകവസ്തുക്കളെക്കുറിച്ച്, ദ്വിതീയ വസ്തുക്കളെക്കുറിച്ച്. അത് കഴിഞ്ഞാൽ പിന്നെ അവനവനെക്കുറിച്ച് ആത്മാ. എനിക്ക് കിട്ടിയില്ലല്ലോ, ജ്ഞാനം എപ്പോഴാ ഉദിക്കുക, ഒരു ദിവസവും കൂടി കഴിഞ്ഞല്ലോ എന്നുള്ള ആവലാതി, വിഷമം, വിഷണ്ണത ഇതൊക്കെ പോയി. ആ ചിന്തയും കൂടി പോയതിനു ശേഷം ബന്ധോ ഹി വാസനാ ബന്ധോ മോക്ഷസ്യാത് വാസനാക്ഷയഃ വാസനാം ത്വം പരിത്യജ്യ മോക്ഷാർത്ഥിത്വം അഭിത്യജ. ബന്ധനം എന്ന് പറയുന്നത് വാസന, ആഗ്രഹമാണ്. അതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും വിട്ട് മോക്ഷം വേണം എന്ന് ആഗ്രഹിച്ചിരിക്കൂ രാമ. അങ്ങനെ മോക്ഷത്തിനുള്ള ആഗ്രഹം ഉറച്ചു, ബാക്കിയുള്ളതൊക്കെ പോയി എന്നുണ്ടെങ്കിൽ ആ മോക്ഷാർത്ഥിത്വം അഭിത്യജ, മോക്ഷം വേണം എന്നുള്ള വിചാരത്തെയും കൂടി വിട്ടുകളയൂ. എങ്ങനെ ആഗ്രഹങ്ങൾ വിട്ടുവോ, മോക്ഷം വേണമെന്ന് ആശിച്ചുവോ, അതേപോലെ ഈ ആശയം കൂടി വിടൂ. അപ്പോഴാണ് മുക്തനാകുന്നത്. അപ്പം മനസ്സ് നിശ്ചിന്തമാവൽ മാത്രമല്ല, പരമാനന്ദ ആപ്ലുതവും. ഇപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ആർക്കും ചിന്തയുണ്ടാവില്ല. പക്ഷെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എത്ര ദിവസം ഉറങ്ങിയിട്ടും നമുക്ക് എവിടെ ആത്മാനുഭവം ഉണ്ടാവുന്നത്? കാര്യം എല്ലാം വിട്ടിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. ഉറങ്ങിയത് ആരാ? ഞാനാണ്. നിങ്ങൾക്ക് ആ സമയത്ത് വല്ല വിചാരവും ഉണ്ടായിരുന്നു? ആവലാതി ഇല്ല. എന്തെങ്കിലും കണ്ടുവോ? ഇല്ല. എല്ലാം മറന്ന് ഞാൻ ഉറങ്ങി. അപ്പം ആ ഉറങ്ങിയവനല്ലേ ഞാൻ എന്ന് പറഞ്ഞുകൂടെ? അതെങ്ങനെയാ സ്വാമിജി? എനിക്ക് ഒന്നും അറിഞ്ഞില്ലല്ലോ. അപ്പം ഇത് ഉണർവോട് കൂടിയിട്ടുള്ള ഉറക്കമാണ്. പരമാനന്ദ ആപ്ലുതവും, പരമാനന്ദത്തിൽ മുങ്ങി വിഹരിക്കുന്ന സമയമാണ്. ആരാ രണ്ടാള്? ദ്വാവേവ, രണ്ടുപേരേ ഉള്ളൂ. യോ വിമുഗ്ധോ ജഡോ ബാലോ, നിഷ്കളങ്കമായി ഇന്നസെന്റ് ആയിരിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി അമ്മയുടെ ഒക്കത്തുണ്ടാവും. ആരെങ്കിലും വന്ന് വാത്സല്യത്തോടു കൂടി വിളിച്ചാൽ ചിലരെടുത്ത് പോവും, ചിലരെടുത്ത് പോവില്ല. അപ്പൊ പോയില്ല എന്ന് പറഞ്ഞ് അതേ പ്രവൃത്തി മുതിർന്ന ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റം പറയും. നിങ്ങൾ അവർ വിളിച്ചപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയി, എൻ്റെ വീട്ടിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞു, അപമാനമായി, ദൂഷ്യായി. നിങ്ങൾക്കത് കേട്ടാൽ സഹിക്കാനും പറ്റില്ല. ഈ കുട്ടിയുടെ അടുത്ത് ആരെങ്കിലും പറയുമോ ആ കുട്ടിക്ക് വല്ല വിഷമമുണ്ടോ? അവർ വിളിച്ചപ്പോൾ എനിക്ക് പോകണം തോന്നി, ഇവർ വിളിച്ചപ്പോൾ പോണ്ടാന്ന് തോന്നി. ആ കുട്ടി ആ കുട്ടിയുടെ പാട്ടിലിരിക്കും. താൻ ചെയ്തതിൻ്റെയോ കാണിച്ചതിൻ്റെയോ ഒരു അനന്തര ഫലം എന്നുള്ള നിലയ്ക്ക് ഒരു ദുഃഖമോ ദുരിതമോ വിഷമമോ അലട്ടോ അല്ലലോ ഒന്നും ആ കുട്ടിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. വിമുഗ്ധ ജഡഹ ബാലഹ, ജഡനായിരിക്കുന്ന ഒരു ബാലൻ വിമുഗ്ധനാണ്, അത്ര മുഗ്ധ മനസ്സാ. പിന്നെ രണ്ടാമത്തൊരാളോ യോ ഗുണേഭ്യ പരം ഗതഃ, ഈ പ്രകൃതി മുഴുവനും ലോകം മുഴുവനും സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളുടെ സമ്മിശ്രതയാണ്. എല്ലാം അങ്ങനെയാണ്. ഇത് ഞാൻ മുമ്പും പറയാറുള്ളത് പോലെ ദീസ് ആർ ദ സ്പിരിച്വൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദ ഹോൾ ക്രിയേഷൻ. ഈ പ്രപഞ്ചം സൃഷ്ടി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന 3 ഉൾഘടകങ്ങളാണ് സത്വം രജസ് തമസ് എന്ന് പറയുന്നത്. ആ 3 ഗുണങ്ങൾ പലതരത്തിലുള്ള വിവിധ തോതുകളിലാണ് മിശ്രണം ചെയ്തിരിക്കുന്നത്. ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലാണ്. എല്ലാം കൂടി 100 ആണെങ്കിൽ ചിലരിൽ സത്വം 60, പിന്നെ 40 ഉള്ളതിൽ 30 തമസ് 10 രജസ്, അല്ലെങ്കിൽ 20 രജസ് 20 തമസ്, അല്ലെങ്കിൽ 15 25, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ധാരാളം ആവാലോ. അതാണ് ഈ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നൊക്കെ പറയുന്നത്. അതാണ് ഈ ബയോളജിക്കലി നമുക്ക് രക്തം 4 തരമാണല്ലോ. അതേമാതിരി മനുഷ്യ പ്രകൃതിയെ 4 ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. അതൊക്കെ ഈ സത്വം രജസ് തമസ് എന്ന് പറയുന്നതിൻ്റെ കൂടുതൽ കുറവും ആനുപാതികത്വമാണ് ആ വരുത്തുന്നത് മുഴുവനും. ആ ഗുണങ്ങൾക്ക് മുഴുവനും അപ്പുറത്ത് പോവാണ്. ഈ അപ്പുറത്ത് പോകുന്നതിനെ പറ്റിയിട്ടാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. എന്താ രംഗം? മുത്തച്ഛനെയും ആചാര്യനെയും യുദ്ധത്തിൽ നേരിട്ട് കൊല്ലണം. ഇതിലധികം ഒരു മഹാപാപമുണ്ടോ മനുഷ്യനെ ആലോചിച്ച് നോക്കിയാൽ? ആ സമയത്ത് ബുദ്ധിമുട്ടിയിരിക്കുന്ന അർജുനോട് കൃഷ്ണൻ പറയാണ്, ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന, നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ഗുണങ്ങൾക്ക് ഇൻഡിഫറൻസ് വരട്ടെ നിന്റെ മനസ്സിൽ. ഈ വേദങ്ങൾ മുഴുവൻ ഗുണകാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കാം, സ്വർഗം എങ്ങനെ കിട്ടും, നരകം എങ്ങനെ ഒഴിവാക്കാം, ഭൂഭുവഃ സുവഃ മഹഃ ജനഃ തപഃ സത്യം എന്ന് പറയുന്ന 7 ലോകങ്ങളുണ്ട്. ആ തപോലോകം വരെ ചെല്ലാൻ എന്താ വഴി? ഇതൊക്കെ ഈ ഗുണങ്ങളുടെ ഉള്ളിലുള്ളതാ. ഈ ലോകം എങ്ങനെയോ അതുപോലെ തന്നെയാണ് അവിടെ. കാരണം 3 ഗുണങ്ങളാണ് ഇവിടെയും 3 ഗുണങ്ങളാണ് അവിടെയും. അപ്പോൾ ഭൗമമായിരിക്കുന്ന ഒരു അന്തരീക്ഷം വിട്ട് നിങ്ങൾ എവിടെ ചെന്നാലും ഈ അന്തരീക്ഷത്തിൻ്റെ പ്രകൃതത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. കാരണം ഗുണകാര്യങ്ങളാണ്. അതുകൊണ്ട് നീ നിസ്ത്രൈഗുണ്യനായി തീരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
അവനവൻ്റെ മനസ്സിൽ ഉറച്ചു നിൽക്കുക. എന്നിട്ട് വിഷമഭാവങ്ങളെയും വ്യത്യാസഭാവങ്ങളെയും മാറ്റി സമീകൃതമായിരിക്കുന്ന ഒരു മനസ്ഥിതിയോടുകൂടി ഇരിക്കുക. ഉൾ സുഖത്തിന് വേണ്ടി തേടുക, ഉൾ പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കുക. പുറമേ ഉള്ളതിന് ഒരു റെഡ് ക്രോസ് ഇട്ടിട്ട് അങ്ങോട്ട് തള്ളിക്കളയുക. ഇതാണ് നിസ്ത്രൈഗുണ്യപഥം. ഇതാണ് ശുകാഷ്ടകത്തിലെ ഒരു ശ്ലോകമൊക്കെ ഞാൻ പറയുണ്ടായി. നിസ്ത്രൈഗുണ്യേ പഥി വിചരത കോ വിധി കോ നിഷേധ. ഒരു കുട്ടിക്ക് വിധിയും നിഷേധവും ഉണ്ടോ? ആ കുട്ടി എന്ത് ചെയ്താലും ചെയ്തുല്ലോ എന്ന് പറഞ്ഞ് നാം കുറ്റം പറയുമോ? അതിനെ പരിരക്ഷിക്കേണ്ട ചുമതല നമുക്കാണ്, ആ കുട്ടിക്കല്ല. ചിലപ്പോൾ അത് കത്തുന്ന നാളത്തിനെയും കൂടി പിടിച്ചു വിഴുങ്ങാൻ നോക്കിയെന്ന് വരും. അത്ര ഇന്നസെൻ്റാ ആ കുട്ടി. കയ്യിലൊരു പന്തം കൊടുത്താൽ ഓലപ്പരയോ തുണിയോ ഒക്കെ ആണെങ്കിൽ ആ പന്തം കളിച്ച് കളിച്ച് അമ്മയുടെ സാരിക്ക് വരെ തീ കൊടുക്കാൻ വിരോധമില്ല ഒരു കുട്ടി. അത് അത്ര ഇന്നസെൻ്റാണ്. അപ്പം ആ കുട്ടിയെ പറ്റി നമ്മളൊന്നും പറയണ്ട. ഇവിടുത്തെ സ്ഥിതി എന്താ? ഗുണേഭ്യ പരം ഗതഃ. ഗുണങ്ങൾക്ക് അപ്പുറത്ത് പോവുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലൗകികമായിരിക്കുന്ന ഒരു നേട്ടമോ കോട്ടമോ ഞാൻ വകവയ്ക്കാൻ പോകുന്നില്ല. ഈ ലോകം മുഴുവൻ വരുന്നത് എപ്പോഴാണ്? എൻ്റെ ഇന്ദ്രിയങ്ങൾ ആക്ടിവേറ്റഡ് ആവുമ്പോഴാണ്. എൻ്റെ മനസ്സ് ഇന്ദ്രിയങ്ങളെ പ്രചോദിപ്പിക്കണു, ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കണു. കണ്ണ് ഞാൻ അങ്ങോട്ട് തുറന്നപ്പോൾ കണ്ടു പലവിധ നിറങ്ങളും ആകൃതികളുമുണ്ട്. ചിലത് നല്ലതെന്ന് തോന്നി, ചിലത് മോശമെന്ന് തോന്നി. മോശമുള്ളതിനോട് അനിഷ്ടം മനസ്സിൽ ജനിച്ചു, നല്ലതിനോട് ഇഷ്ടം ജനിച്ചു. ആ ഇഷ്ടത്തിൽ തന്നെ ഏറ്റക്കുറവ് വന്നു. ഇത് ഏറ്റവും പറ്റിയതാ, എനിക്ക് കിട്ടണമെന്ന് തോന്നി, അതിനുവേണ്ടി പരിശ്രമിച്ചു. ഇതൊക്കെ എവിടുന്നാ തുടക്കം? മനസ്സിൽ നിന്നാണ്. അപ്പം മനസ്സിനെ ഇങ്ങനെ അനുവദിച്ച് കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിക്കണ്ട എന്ന് പറഞ്ഞ് എനിക്ക് ഗുണകാര്യങ്ങളൊന്നും വേണ്ട. ഈ ഗുണങ്ങൾ മുഴുവൻ എവിടെ നിന്ന് പുറപ്പെടുന്നുവോ അന്തരാത്മാവിൽ നിന്ന്, അവിടെ മതി, അത് മതി എനിക്ക്. അപ്പം എനിക്ക് കൃത്രിമവും ക്ലിഷ്ടവും, ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? കൃത്രിമം എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ, ഉണ്ടാക്കി തീർക്കുന്നത് ബൈ എ പ്രോസസ്. അങ്ങനെ കൃത്രിമമായിട്ടുള്ളതും ക്ലിഷ്ടം എന്ന് പറഞ്ഞാൽ കഷ്ടം, ബുദ്ധിമുട്ടി സമ്പാദിക്കുന്നതുമായ സുഖങ്ങളൊന്നും വേണ്ട എനിക്ക്. പിന്നെ എന്താ എനിക്ക് വേണ്ടത്? അനായാസേന, ഉള്ളിൽ നിന്ന്. എവിടെ നിന്നാണോ സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളും ആ ഗുണകാര്യങ്ങളും ഉദ്ഭവിക്കുന്നത്, ആ ഉറവിടമായിരിക്കുന്ന അന്തരാത്മാവിൻ്റെ ഒരു തലമുണ്ട്. ആ തലമാണ് ചിദാകാശം. ആ ചിദാകാശത്തിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞ് ആ ഗുണങ്ങളെ അതിജീവിച്ചു പോകുന്ന ഒരുത്തനുണ്ടല്ലോ, അവന് ഒരു കാലത്തും അസ്വാതന്ത്ര്യമോ ബന്ധനമോ ഇല്ല. 2 ദശയെ ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മളൊക്കെ കുട്ടികളായിട്ട് ജനിച്ചിട്ടുള്ളവരാണ്. ആ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ നല്ല മുക്തന്മാരായിരുന്നു. ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട്. കുട്ടികൾ എപ്പോഴും ചിരിക്കും, അല്ലെങ്കിൽ കരയും. അവരുടെ ചിരി വളരെ വിശേഷപ്പെട്ടതാണ്. മുതലും തോറും ആ ചിരി നമ്മുടെ ആയുസ്സും പ്രകൃതിയും ചുറ്റുപാടും അപഹരിച്ചു കൊണ്ടു. ആ അപഹരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതുപോലെ ചിരിക്കാൻ നമുക്ക് സാധിക്കില്ല ചിരിക്കാൻ. ആ ചിരി പോയി. മുഷിതേക്ഷണം എന്ന് ഞാൻ പറഞ്ഞതുപോലെയാ. മുഷിതേക്ഷണം നമ്മുടെ കാഴ്ചയെ, നമ്മുടെ വിവേകത്തെ അപഹരിച്ചു കൊണ്ടുപോവാണ് ഈ ലോകവസ്തുക്കൾ. അവർ നിങ്ങൾക്കൊരു നേട്ടവും ഒരു കിരീടവും തരികയല്ല ചെയ്യുന്നത്. നന്നായി ചിരിച്ച് സന്തോഷിച്ച് ഉള്ളിൽ ആറാടി കഴിയേണ്ടതായ മനുഷ്യജന്മമുണ്ടല്ലോ, ആ മനുഷ്യജന്മത്തിന് ഈ വിഷയങ്ങളുടെ ഇടയിൽപ്പെട്ട് ആ മനുഷ്യ കോലങ്ങളാക്കി തീർക്കുകയാണ് നമ്മളെ. ദ്വാവേവ ചിന്തയാ മുക്തൗ പരമാനന്ദ ആപ്ലുതൗ യോ വിമുഗ്ധോ ജഡോ ബാലോ യോ ഗുണേഭ്യ പരം ഗതഃ. സ്വാമിജി, ഈ ഗുണങ്ങൾക്ക് മീതെ പോണത് എങ്ങനെയാ? അങ്ങനെ ഒരു ദശയുണ്ടോ? ഞങ്ങളൊക്കെ ഗൃഹസ്ഥന്മാരല്ലേ, ഞങ്ങൾക്ക് സാധിക്കുമോ എന്ന് മാത്രം ചോദിക്കരുത് കേട്ടോ. ഇത് പറയുന്നത് ആരാ? കൃഷ്ണൻ, തികഞ്ഞ ഗൃഹസ്ഥൻ. നിങ്ങളൊക്കെ ഒരു ഗൃഹസ്ഥനാണെങ്കിൽ അതിനെ 16,008 കൊണ്ട് പെരുക്കിക്കോളൂ. അത്ര വലിയ ഗൃഹസ്ഥനാണ് കൃഷ്ണൻ. പറഞ്ഞു കൊടുക്കുന്നത് ആർക്കാ? ഉദ്ധവൻ വേറെ ഒരു ഗൃഹസ്ഥനാണ്. അവർ 2 പേരുമാണ് ഈ സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് പ്രായോഗികമാക്കില്ല, പ്രസക്തമല്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. സർവ്വ ആൾക്കാരെ ഞാൻ ചവണയിലിട്ട് പിടിക്കും. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് സന്യാസിമാർക്കുള്ളതാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണ്ട. ഗൃഹസ്ഥന്മാരുടെ സംവാദമാണ് ഇവിടെ നടക്കുന്നത്. ഒരു ഭാഗത്ത് അവധൂത കേസരി, മറുഭാഗത്ത് സംസാരിക്കുന്നത് യദുചക്രവർത്തി. അത് ഉദ്ധരിക്കുന്നത് കൃഷ്ണൻ, കേൾക്കുന്നത് ഉദ്ധവൻ. ഇതിൽ ഒരാളേ ഉള്ളൂ ആ ഗൃഹസ്ഥൻ. ബാക്കിയുള്ളവരൊക്കെ ഗൃഹസ്ഥന്മാരാ. പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ നദ്വേഷ്ടി സംപ്രവൃത്താനി നനുവൃത്താനി കാംക്ഷതി. ഗുണങ്ങൾക്ക് മേപ്പെട്ടു പോവുക എന്ന് പറഞ്ഞല്ലോ.
യോ ഗുണേഭ്യ പരം ഗതഃ. എന്താണ് ഈ ഗുണങ്ങൾക്ക് മേപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ, വൈകുണ്ഠത്തിൽ നിന്ന് ഒരു ദിവസം ഒരു വിമാനം വന്നു. എന്നിട്ട് വൈകുണ്ഠ കിങ്കരന്മാര് പാർഷദന്മാർ നമ്മുടെ അടുത്ത് വന്ന് വിമാനത്തിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറന്ന് പറന്ന് കണ്ണെത്താത്തേടത്തേക്ക് ഉയർന്നു പോയി ജീവവായുവും കിട്ടില്ല, ഒക്കെ ചാവും. അങ്ങനെയല്ല ഈ വൈകുണ്ഠത്തിലേക്ക് പോവല്. ഇവിടെ നിന്ന് തന്നെ ഈ ഗുണങ്ങളുടെ മേഖലയെ അതിജീവിക്കുകയാണ്. പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ. ഭഗവത്ഗീതയിൽ 14-ാം അധ്യായത്തിൽ 22-ാം ശ്ലോകമാണിത്. ഗുണാതീതന്റെ ലക്ഷണം പറയുകയാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ സത്വഗുണത്തിന്റെ പ്രകടനം, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ രജോ ഗുണത്തിന്റെ പ്രവർത്തനം, മോഹം എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തിന്റെ സ്വാധീനം. ഇവ മൂന്നും മാറി 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 കാലത്ത് മുതൽക്ക് വൈകുന്നേരം കിടന്നുറങ്ങുന്നത് വരെ നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സത്വഗുണ രജസ്തമോ ഗുണങ്ങളാണ് എല്ലായിടത്തും, ഉള്ളിലും പുറത്തും. അവയാണ് നമ്മളെ വലയം ചെയ്ത് നിൽക്കുന്നത്. അപ്പം ചിലപ്പോഴൊക്കെ നമുക്ക് പ്രകാശവും സന്തോഷവും തെളിച്ചവും തോന്നും, ചിലപ്പോഴൊക്കെ അത് പോയി പ്രവർത്തിക്കണം എന്ന് തോന്നും, ചിലപ്പോൾ ഒരു മോഹവും ഭ്രമവും സംശയവും ഒക്കെ വരും. ഇങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് ന ദ്വേഷ്ടി സംപ്രവൃത്താനി. നിങ്ങൾക്ക് എല്ലാവർക്കും വിചാരം ഉണ്ടാവും, അയ്യോ ഇന്ന് എനിക്ക് മനസ്സിന് സുഖമില്ല, എനിക്ക് എന്താ പറയാനുള്ളത്, കുറച്ച് സുഖമില്ലായി അനുഭവിക്കൂന്ന്. അതും താണ്ടിപ്പൊക്കോളും. ഈ സുഖമില്ലായ എങ്ങനെ വന്നു അതുപോലെ അത് പോവും. അയ്യോ വന്നൂലോ വന്നൂലോ വന്നൂലോ, ഈ ആവലാതി വേണ്ട, അത് വന്ന മാതിരി പൊയ്ക്കോളും. ഒരു മേഘം പെട്ടെന്ന് ആകാശത്തിൽ അങ്ങോട്ട് കയറി, നിങ്ങളാണോ തുന്തിത്തള്ളി അങ്ങോട്ട് ആക്കിയത്? കുറച്ച് കഴിഞ്ഞു അത് പോവും. പേമാരി ഉണ്ടാവും, മാറും. കൊടുങ്കാറ്റ് വരും, പോവും. മനുഷ്യർ ജനിക്കും, മരിക്കും. ഇത് സാധാരണ ഉള്ളതല്ലേ. അപ്പം പ്രതിദിനം വ്യക്തിയിലും സമാജത്തിലും രാഷ്ട്രത്തിലും ലോകത്തിലും എല്ലായിടത്തും വ്യഷ്ടിയിലും സമഷ്ടിയിലും നിന്നാണ് നമ്മുടെ നല്ല ഭാഷ. ഇൻഡിവിജ്വലിസ്റ്റിക്കലി ആസ് വെൽ ആസ് കളക്റ്റീവ്ലി സൊസൈറ്റലി. പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി. അവ മാറി മാറി നമ്മളിൽ സ്വാധീനം ചെലുത്തുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, ദ്വേഷ്ടി ന, അയ്യോ രജോ ഗുണം വന്നു എനിക്കിഷ്ടമില്ല, തമോ ഗുണം വന്നു എനിക്കിഷ്ടമില്ല എന്ന് വിചാരിക്കരുത്. ന നിവൃത്താനി കാംക്ഷതി. ഓ ഇന്നലെ കാലത്ത് പരമസുഖമായിരുന്നു, അത് കഴിഞ്ഞ ഒക്കെ മോശ, അപ്പോൾ ഇന്നലത്തെ കാലത്ത് മാതിരി ഇപ്പം ആവുമോ എന്ന് വിചാരിച്ച് പ്രതീക്ഷിക്കും വേണ്ട. നിങ്ങളങ്ങോട്ട് വിട്ടേക്കൂ. എപ്പോഴും സത്വഗുണസ്വാധീനം ഉണ്ടാവില്ല, രജോ ഗുണസ്വാധീനം ഉണ്ടാവില്ല, തമോ ഗുണസ്വാധീനം ഉണ്ടാവില്ല. എപ്പോഴും ഉത്സാഹത്തോടു കൂടി ഇരുന്നു എന്ന് വരില്ല. ചിലപ്പോഴൊക്കെ ഉത്സാഹം തോന്നും, ഉണർവ് തോന്നും, ഊക്ക് തോന്നും. ചിലപ്പോഴോ മൗഢ്യം തോന്നും, പിൻവലിയണമെന്ന് തോന്നും. അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുമ്പോൾ, വന്ന് പ്രവർത്തിക്കുമ്പോൾ അതിനോട് വെറുപ്പോ, പോയതിപ്പോൾ അതില്ലല്ലോ എന്ന് പറഞ്ഞ ഒരാകാംക്ഷയോ ഒരാശയോ രണ്ടുമില്ലാതെ മനസ്സിനെ സമീകൃതമായി നിർത്തുന്നതാണ് ഗുണാതീതത്വം. സമീകൃതമായി നിർത്താൻ എപ്പോഴും എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല അവിടെ. ഇപ്പോൾ സത്വഗുണം വന്നു, നല്ല പ്രകാശവും സന്തോഷവും തോന്നിയാൽ അതിൽ അമിതമായി തുള്ളിച്ചാടണ്ട. മറിച്ച് എന്തെങ്കിലും വിഷമമോ ദുഃഖമോ ചൂളലോ ഉണ്ടായാൽ അതിൽ അമിതമായി ദുഃഖിക്കേണ്ട, വേവലാതിപ്പെടണ്ട. രണ്ടിൻ്റെ മുകളിലും ഒരു ബോട്ടിൽ കയറി വെള്ളത്തിൽ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കുക. അവിടെ വെള്ളത്തിനോട് നിങ്ങൾ പൊയ്ക്കളയൂ എന്ന് പറയുന്നില്ല, വരളണമെന്ന് പറയുന്നില്ല. ആ വെള്ളം ഉണ്ടാവും, അത് അലകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ കടലിൻ്റെ വക്കത്ത് ചെന്ന് നോക്കിയിട്ടുണ്ടാവോ? ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെ നാടൻ ബോട്ടിൽ കയറി ആ വലിയ അല വരുമ്പോൾ അങ്ങോട്ട് വന്നാൽ, ഒരല അങ്ങോട്ട് വന്നപ്പോൾ എടുത്തങ്ങോട്ട് മറിച്ച് കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരല വിടുന്നാ വരിക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പോയി താഴത്തേക്ക്, പിന്നത്തെ അലയാണ് നമ്മൾ കാണുക. മത്സ്യത്തൊഴിലാളി ബോട്ടൊക്കെ പോയി എന്ന് വിചാരിക്കും. ആ അല വരുമ്പോൾ ആദ്യം പൊന്തി ഇങ്ങോട്ട് വരും. അവർ അലയോട് ഒരു പഴമൊഴിയുണ്ട്, തെര നിന്ന് കടലാടാൻ പറ്റുമോ, അതാണ് ആ പഴമൊഴി. അപ്പോൾ ആ ബോട്ടുകാരൻ്റെ ബോട്ട് ഇങ്ങനെ കയറി ഉള്ളിലേക്ക് പോയി അങ്ങനെ മറഞ്ഞു എന്ന് തോന്നും. പക്ഷെ ആ അലയോടും തെരയോടും കൂടിയിട്ടാണ് അവർ സമുദ്രത്തിൽ സഞ്ചരിച്ച് മീൻ പിടിക്കുന്നത്. അല്ല ഇന്നിപ്പോൾ നിൽക്കുക നമുക്ക് എന്ന് വിചാരിക്കുന്ന സ്വഭാവം അവർക്കില്ല. അതുപോലെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 തരംഗങ്ങൾ മാറി മാറി വരും, മാറി മാറി പോവും. അത് വരുമ്പോൾ അതിനോട് പിണക്കം തോന്നണ്ട. അത് പോയിക്കഴിഞ്ഞാൽ പോയില്ലോ എന്ന് വിചാരിച്ച് ദുഃഖമോ വരണം എന്നൊരാശയോ നമുക്ക് വേണ്ട. അങ്ങനെ മനസ്സിൽ നിന്ന് ഈ നീരസവും രസവും രണ്ടും മാറ്റിക്കളഞ്ഞിരിക്കുന്ന ആ സമസമുദ്രസ്ഥിതിയാണ്, ശാന്തതയാണ് വാസ്തവത്തിൽ ഗുണാതീതത്വം. പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ഇനി അടുത്തത് കുമാരി 20-ാമത്തതിലേക്ക് കിടക്കുകയാണ്. ആര്? അവധൂതൻ. മധുഹാ ഹരിണോ മീനഃ പിംഗലാ കുരരോർഭക. അർഭകൻ കഴിഞ്ഞു,
പിങ്കള കുരരോർഭക, അതും കഴിഞ്ഞു. കുമാരി ശരകൃത് സർപ്പ, കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിയെ കണ്ടു ഞാൻ, ചില വർത്തമാനങ്ങളൊക്കെ അറിഞ്ഞു, അത് മനസ്സിലാക്കിയ കാര്യം പറയാമെന്ന് പറയുക. പ്രത്യേകിച്ചും അവധൂതന്മാർക്കും സന്യാസിമാർക്കും തപസ്വികൾക്കുമുള്ള അടിസ്ഥാനമായിട്ടുള്ള ഒരു മൂല്യമാണത്, അന്തിമമായ ഒരു മൂല്യമാണ്. ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിലയിരുത്തലുമാണത്. ക്വചിത് കുമാരീ ത്വാത്മാനം വൃണാനാൻ ഗൃഹമാഗതാൻ സ്വയം താൻ അർഹയാമാസ ക്വാപി യാതേഷു ബന്ധുഷു തേഷാമഭ്യവഹാരാർത്ഥം ശാലീൻ രഹസി പാർത്ഥിവ അവഘ്നന്ത്യാഃ പ്രകോഷ്ഠസ്ഥാഃ ചക്രുഃ ശംഖാഃ സ്വനം മഹത്. ക്വചിത് കുമാരീ ത്വാത്മാനം, ഒരു പെൺകുട്ടി. സാധാരണ ഗ്രാമജീവിതമാണല്ലോ പഴയ കാലത്ത്, നഗരജീവിതമില്ലല്ലോ. അപ്പം അത് നഗര സുന്ദരികളാണെന്നൊന്നും വിചാരിക്കരുത്, ഗ്രാമത്തിലുള്ള ഒരു കുട്ടി. കുമാരി തു ആത്മാനം വൃണാനാൻ ഗൃഹമാഗതാൻ. ആ സമയത്ത് പെണ്ണ് പറയാന്ന് ചില സമൂഹത്തിലൊക്കെ പറയാനുണ്ടല്ലോ, ചില സമാജങ്ങളിൽ. അതുമാതിരി പെൺകുട്ടിയെ കണ്ട് നിശ്ചയിച്ച് കല്യാണം ഉറപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഒരു കൂട്ടർ. ആ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, അച്ഛനമ്മമാരാണെങ്കിൽ പുറത്തു പോയിരിക്കുക. എന്തിനാ ഇപ്പോൾ വന്നിരിക്കണത്? ഈ പെൺകുട്ടിയെ കണ്ട് കല്യാണം ഉറപ്പിച്ച് പറ്റുമോ പറ്റില്ലേ എന്നൊക്കെ സംസാരിക്കാനാണ്. അപ്പം അച്ഛനമ്മമാർ വരുന്നവരെ അവർക്ക് അവിടെ ഇരിക്കണമല്ലോ, ഓർക്കാപ്പുറത്താണ് വന്നിരിക്കുന്നത്, ആരോ പറഞ്ഞു കേട്ടിട്ടാണ്. അപ്പോൾ ക്വചിത് കുമാരീതു ആത്മാനം വൃണാനാൻ, അവനവനെ കല്യാണം കഴിച്ച് വരിച്ചു കൊണ്ടുപോവാൻ ഗൃഹമാഗതാൻ, തൻ്റെ വീട്ടിലേക്ക് അൺഅനൗൺസ്ഡായിട്ട് വന്നിരിക്കുന്നു. സ്വയം താൻ അർഹയാമാസ, ഒന്നും മിണ്ടിയില്ല. വന്നവരെ വേണ്ടതുപോലെ സ്വാഗതം ചെയ്തു, വരൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അപ്പോൾ പഴയ കാലത്ത് സാധു കുടുംബങ്ങളിൽ അങ്ങനെയൊന്നും ഉണ്ടായിന്ന് വരില്ലല്ലോ. പിന്നെ ഭാഗവതം എന്താ പറയണത്? അടുത്ത ദിവസത്തേക്ക് വേണ്ടി കൂടുതൽ കരുതി വയ്ക്കരുത്, കരുതി വെച്ചാൽ കള്ളനാണ്, കള്ളനെ പോലെ ശിക്ഷിക്കണം എന്നൊക്കെ ഭാഗവതം പറയുന്നുണ്ട്. അപ്പം അന്നന്നത്തെ കാര്യം അങ്ങനെ കഴിഞ്ഞുകൂടുക. ഇപ്പോൾ അച്ഛനമ്മമാർക്കും ഭക്ഷണം തയ്യാറാക്കണം, വന്ന 3-4 പേർക്കും വേണം. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വെക്കേണ്ടി വരും. ആ കുട്ടി എന്ത് ചെയ്തു? സമർത്ഥമായിട്ട് ആ കാര്യം ഹാൻഡിൽ ചെയ്യാൻ തീരുമാനിച്ചു. അച്ഛനമ്മമാരിവിടെ ഇല്ല, വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പെൺകുട്ടി ആയതുകൊണ്ട് വലിയ വർത്തമാനം പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ കുട്ടിയെ അന്വേഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അകത്ത് ചെന്നു, വയ്ക്കാനുള്ള കാര്യങ്ങളിൽ വളരെ വ്യാപൃതയായി. ക്വാപി യാതേഷു ബന്ധുഷു, ബന്ധുക്കളൊക്കെ പുറത്തു പോയിരിക്കുക. തേഷാമഭ്യവഹാരാർത്ഥം ശാലീൻ രഹസി പാർത്ഥവ, കുറേ നെല്ലെടുത്തു, വേഗം അത് കുത്തിവെടുപ്പാക്കണം. കുത്തിവെടുപ്പാക്കി കൂടുതൽ അരി ഉണ്ടാക്കിയിട്ട് വേണം വെച്ച് വിളമ്പാൻ വേണ്ടി. അച്ഛനമ്മമാർ വരാനും കാക്കാനും ഒന്നും അവിടെ ഇരുന്നില്ല. വന്ന വർത്തമാനം മനസ്സിലായി, മിടുക്കത്തിയായി. അങ്ങനെയുള്ള പെൺകുട്ടികളെ ആണല്ലോ ആവശ്യം. അവളവിടെ പോയിട്ട് വന്നവരോട് ഉമ്മർത്തിരിക്കാൻ പറഞ്ഞു. പിന്നിൽ ചെന്നിട്ട് നെല്ലെടുത്ത് കുന്താണിയിലിട്ട് കുത്താൻ തുടങ്ങി. അവഘ്നന്ത്യാഃ പ്രകോഷ്ഠസ്ഥാഃ ചക്രുഃ ശംഖാഃ സ്വനം മഹത്. അപ്പം ശംഖ് കൊണ്ട് കുറേ വിളയടിക്കിയിട്ടുണ്ട് കയ്യിൽ, 2 കയ്യിലും. ഒരു ഇത്ര ദൂരമൊക്കെ ഉണ്ടെന്ന് വെച്ചോളൂ, 5-6-5-8 വിളയെങ്കിലും ആയാൽ ധാരാളമായല്ലോ. അതെടുത്തിട്ട് കുന്താണിയിൽ ഇങ്ങനെ എന്ന് പറഞ്ഞ് കുത്താൻ തുടങ്ങിയപ്പോൾ ഈ വിളകൾ ഗിലുഗില് ഗിലുഗില് എന്ന് പറഞ്ഞു തുടങ്ങി. വന്നവരെന്താ വിചാരിക്കുക? ഇവരുടെ വീട്ടിലൊന്നുമില്ലേ? ഇപ്പോൾ നെല്ല് കുത്തി അരി ഉണ്ടാക്കിയിട്ട് വേണോ അപ്പാ നമ്മൾക്ക് ഭക്ഷണം തരാൻ? ഈ പെൺകുട്ടി കണ്ടാൽ തരക്കടമൊന്നുമില്ല, നല്ല ചുമതലയോടുകൂടി ഒരക്ഷരം മിണ്ടാതെ അവൾ പോയിരിക്കുന്നത്. അവളെ കുത്തി വെടുപ്പാക്കണം. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെയുള്ള ഗൃഹിണിയും തന്നെയാണ് നമ്മൾക്ക് വേണ്ടത് എന്നുള്ളൊരു തോന്നൽ. അതേ സമയത്തായി ഇവരൊന്നുമില്ല, ആരെങ്കിലും 4 ആൾ വരുന്ന കണക്കാക്കി കുറച്ച് അരിയെങ്കിലും കരുതണ്ടേ എന്നൊക്കെ വിചാരിച്ചാലോ എന്ന് കണക്കാക്കി ഈ കുട്ടി എന്ത് ചെയ്തു? ഈ ശബ്ദമുണ്ടാക്കണു വിള എന്ന് കണക്കാക്കി. വിളയിൽ വലിയ ഇഷ്ടമാണ് പെൺകുട്ടികൾക്ക്, ശംഖു കൊണ്ടുള്ള വിളയാണ്. അതിനൊരു ദിവ്യത്വമുണ്ട്, വിവാഹസൂചകമായിട്ടുള്ളതൊക്കെയാണ്. തേഷാമഭ്യവഹാരാർത്ഥം ശാലീൻ രഹസി പാർത്ഥിവ അവഘ്നന്ത്യാഃ പ്രകോഷ്ഠസ്ഥാഃ, ഇങ്ങനെ ഇവിടെ ഇട്ടിട്ടുള്ള വളകൾ. അവഘ്നന്ത്യാഃ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശംഖാഃ മഹത് സ്വനം ചക്രുഹു, വലിയ ശബ്ദം പുറപ്പെടുവിച്ചു ഈ ശംഖുകൾ എല്ലാം കൂടിയിട്ട്, വിളകൾ. സാ തച്ചുഗുപ്സിതം മത്വാ മഹതി വ്രീഡിതാ തതഃ ബഭഞ്ജൈകൈകശംഖാൻ ദ്വൗ പാണ്യോരശേഷയത്. ആ കയ്യിലുള്ള വള എന്താ ചെയ്തേ? ഓരോന്നായിട്ട് ആ കുട്ടി മാറ്റി വെച്ചു, ഓരോന്നായിട്ട് അഴിച്ചു. ബഭഞ്ജൗ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു എന്നാണ്, പക്ഷെ ഇതിന് പറയാറുള്ളത് അഴിച്ചു വെച്ചു എന്നാണ്. ഒരു പക്ഷേ ചെറിയ വളയാണെന്നുണ്ടെങ്കിൽ കൈ വളർന്നുണ്ടെങ്കിൽ അഴിക്കാൻ പറ്റില്ല, പൊട്ടിച്ചിട്ട് കണ്ടാവും. ബഭഞ്ജൗ എന്നുള്ള വാക്കിന് പൊട്ടിച്ചു എന്നാണ് അർത്ഥം. സാ തജുഗുപ്സിതം മത്വ,
ഇങ്ങനെ ഞാൻ ശബ്ദം കേൾപ്പിക്കുന്നത് ശരിയല്ല. അവരുടെ ഉള്ളിൽ പല വിചാരവും പല അനുമാനങ്ങളും തീരുമാനങ്ങളും കടന്നുകൂടാം. അത് ശരിയല്ല. മഹതീ വ്രീഡിതാ തതഃ, വല്ലാത്തൊരു ലജ്ജ തോന്നിയത്രേ. അയ്യോ, അച്ഛനും ഇല്ല അമ്മയും ഇല്ല, എനിക്ക് ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു എന്ന് വെച്ചാൽ എന്താണ് തോന്നുക? അതുകൊണ്ട് വല്ലാത്തൊരു വിഷമം തോന്നി. ഒരു കൂസലുമില്ലാതെ, പെൺകുട്ടികൾക്കൊക്കെ കയ്യിലത്തെ വള പൊട്ടിക്കുക അല്ലെങ്കിൽ അഴിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരിഷ്ടപ്പെടില്ല, വല്ല വിധവും കഴിച്ചു കൂട്ടുകയുള്ളൂ. ഒരു കൂസലും ഇല്ലാതെ ആ കുട്ടി ഓരോന്നായിട്ട് അഴിച്ചങ്ങോട്ട് മാറ്റിയത്രേ. അഴിച്ചു മാറ്റിയിട്ട് 2 എണ്ണം വീതം ബാക്കി വെച്ചു. കുറേ ഉണ്ടായിരുന്നു, 8-10 എണ്ണം, അതൊക്കെ മാറ്റി 2 എണ്ണം ഉണ്ട്. അപ്പോൾ തരക്കടില്ല, ഇനി 2 അല്ലേ ഉള്ളൂ. അത്ര വിസ്താരമുള്ളത് ഇങ്ങനെ ചെറുതായി 2 ഈർക്കലി പോലെ കുത്താൻ തുടങ്ങിയപ്പോൾ അതിലും ഉണ്ട് ശബ്ദം. ബഭഞ്ജൈകൈകശംഖാൻ ദ്വൗ ദ്വൗ പാണ്യോരശേഷയത് അശേഷയത് ഉഭയോരപ്യഭൂദ്ഘോഷോ ഹ്യവഘ്നന്ത്യാസ്മ ശംഖയോ തത്രാപ്യേകം നിരഭിതത് ഏകസ്മാന്നാഭവധ്വനി. ഈ 2 എണ്ണം കൂടിയപ്പോഴും ശബ്ദം വന്നു എന്ന് കണ്ടപ്പോൾ അങ്ങനെയാണല്ലേ, എന്നാൽ ഒന്നും കൂടി അഴിച്ചു വെച്ച് കളയാമെന്ന് പറഞ്ഞ് 1 എണ്ണം കൂടി അഴിച്ചു വെച്ചു. അപ്പോൾ 2 കയ്യിലും ഓരോ വിളയുള്ളൂ, ശബ്ദമില്ല. പിന്നെ വിളയുണ്ട്, ശബ്ദമില്ല. വളരെ സുരക്ഷിതമായിട്ട് അന്വശിക്ഷമിമം തസ്യാഹ ഉപദേശമരിന്ദമ ലോകാൻ അനുചരന്നേതാൻ ലോകതത്വവിവിത്സയാ. ഈ ലോകത്തെ നോക്കി ഞാൻ എപ്പോഴും പറയും, ചിലപ്പോൾ നമ്മുടെ ശിഷ്യന്മാരോട്, നിങ്ങൾ ഇവിടുന്ന് പഠിക്കണില്ലെങ്കിൽ എൻ്റെ ഒരു ശിഷ്യനെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതാ, ഞങ്ങളുടെ അടുത്തിരുന്ന് നിനക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ തുറന്ന ഈ ലോകം നിന്നെ പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒരാളെ അയച്ചത്. അപ്പോൾ ഈ ലോകം തുറന്ന ഒരു പുസ്തകമാണ്. ഇതിലുള്ള പേജുകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പഠിക്കുന്നതിൽ നമുക്ക് പരാജയം വരികയാണ്. എന്തുകൊണ്ട്? നമ്മുടെ പിശുക്ക് കൊണ്ട്, നമ്മുടെ ഇടുക്കം കൊണ്ട്, നമ്മുടെ മനസ്ഥിതി ഇല്ലായ്മ കൊണ്ട്. അതാണ് നമുക്കതിന് കാരണം. ഇത് മുഴുവനും തുറന്നതാണ്. അപ്പം ഈ അവധൂതൻ പറയാണ്, ലോകാൻ അനുചരൻ നേതാൻ ലോകതത്വവിവിത്സയാ. ഞാൻ ഈ ലോകത്തിനെ മുഴുവനും നടന്ന് സഞ്ചരിച്ച് കാണുകയായിരുന്നു. എന്തിന്? ലോകതത്വവിവിത്സയാ. ഈ ലോകത്തിനെ നയിക്കുന്നതും ഈ ലോകം ജീവിക്കുന്ന സമയത്ത് നമ്മളെ നയിക്കേണ്ടതുമായ എന്തെല്ലാം തത്വങ്ങളുണ്ട് എന്ന് നേരിട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കാം. പഠിപ്പ് 2 തരം. എന്താ ഈ 2 തരം? കുറേ ആൾക്കാർ മുൻഗാമികളായി ജീവിച്ചിട്ടുണ്ടല്ലോ. ആ ജീവിച്ചിട്ടുള്ളവർ ചിന്തിച്ചതും അറിഞ്ഞതും പറഞ്ഞു തന്നതുമായി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പശ്ചാത്തലത്തിലുണ്ട്. നാം ആദ്യമായിട്ടൊരു ആൽഫബറ്റ് ഉണ്ടാക്കി സംസാരിക്കുകയല്ല. അക്ഷരമാല ഓൾറെഡി ഉണ്ട്, അച്ഛനമ്മമാർ സംസാരിച്ചു, അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു പക്ഷേ അച്ഛനമ്മമാർ സംസാരിച്ചിരുന്നില്ലെങ്കിൽ നമുക്കും സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു പൂർവ്വകാലത്തോട് കടപ്പാടുണ്ട് നമുക്കെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ പഠിപ്പ് എങ്ങനെയാ? ബാക്കിയുള്ളവരിൽ നിന്ന് കിട്ടും. എന്നാൽ അതുകൊണ്ട് മുഴുവനാവുമോ? മുഴുവനാവില്ല. അവനവൻ സ്വയം പഠിക്കണം. അപ്പം ലോകതത്വ വിവിത്സയാ, ലോകത്തിലുള്ള തത്വത്തെ അറിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ലോകാൻ അനുചരന്നേതാൻ, ഈ ലോകത്തെ മുഴുവനും ഞാൻ പിന്തുടരുകയായിരുന്നു. ആ പിന്തുടർന്ന് ഞാൻ ചെന്നെത്തിയത് ഇങ്ങനെ ഒരു സ്ഥലത്താണ്. ഈ കുട്ടിയുടെ വർത്തമാനം പറഞ്ഞറിയിപ്പിച്ചു അച്ഛനമ്മമാർ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അന്വശിക്ഷമിമം തസ്യാഹ, ആ കുട്ടിയിൽ നിന്ന് ഞാൻ പഠിച്ചത്. അച്ഛനമ്മമാരെന്ത് പഠിച്ചു എന്ന് എനിക്കറിയില്ല. ഈ സംഭവം ഞാൻ അറിഞ്ഞതോടുകൂടി ഉപദേശമരിന്ദമാ, അതെനിക്കൊരു ഉപദേശമായി തീർന്നു. എന്താ ആ ഉപദേശം? അന്വശിക്ഷമിമം തസ്യാഹ ഉപദേശമരിന്ദമ ലോകാൻ അനുചരന്നേതാൻ ലോകതത്വവിവിത്സയാ വാസേ ബഹൂനാം കലഹോ ഭവേദ്വാർത്താദ്വയോരപി ഏക ഏവ ചരേത് തസ്മാത് കുമാര്യ ഇവ കങ്കണഃ.